ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതത്തിലേക്ക് സ്വാഗതം. ഇന്ന് മഹാഭാരതത്തിൻ്റെ അവസാനത്തെ വീഡിയോയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി മഹാഭാരതം തീരുകയാണ്. പാണ്ഡവരെങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്നും പോയത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു, അവസാന ഘട്ടം എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരു വീഡിയോ കൂടെ കാണും, മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളെക്കുറിച്ച് ഒരു പഠനം. അതിനുശേഷം ചിലപ്പോൾ ഒരു വീഡിയോ കൂടെ കാണും, മഹാഭാരതത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ. അതൊക്കെ നമുക്കൊന്ന്, പിന്നെ ചിലപ്പോൾ ഒരു വീഡിയോ കൂടെ മഹാഭാരതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, അങ്ങനെ കുറേ നമുക്ക് പഠിക്കാൻ പറ്റും. നോക്കാം. എന്തായാലും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് നരസിംഹലീലയിലേക്ക് കിടക്കാം. എല്ലാം റെഡിയാണോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് മനോഹരമായിട്ട് ഭഗവാന്റെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർ ഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനി. ശ്രീവാഷവാനവി ദേവി ദൈതായ കൃപാന്തേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭുവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിഭവസിദ്ധാന്തഹാരി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരേ. ഗൗരാവിർഭാവഭൂമൈസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമപമന്ദമതേർഗതി മത്സർവസ്വ പാദാംബുജോ രാധാമതനമോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവ പ്രേഷ്ഠാലഭ്യ സേവ്യമാനസ്വരം. ശ്രീമന്ദാസരസാരംഭി വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേൽ ഗോപ്യൻ ഗോപീനാഥശ്രീസ്തന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद।
Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram Ram Hare Urvam Darodi Vachalam Bangam Langai Grim Yatkripathamaham Vande Sri Gurum Devatarina Paramananda Madhavam Sri Chaitanya Vishnu Hari Om Tat Sat. Hare Krishna. നമുക്ക് ചർച്ച തുടരാം. യുധിഷ്ഠിർ മഹാരാജ് 36 വർഷങ്ങളായിട്ട് ഭൂമി ഭരിക്കുമായിരുന്നു. നമുക്കറിയാം രാജസൂയ യജ്ഞം നടന്നതും അശ്വമേധ യജ്ഞം നടന്നതുമൊക്കെ. രാജസൂയ യജ്ഞം യുദ്ധത്തിന് മുമ്പേ ആയിരുന്നു. ഇന്ദ്രപ്രസ്ഥം സ്ഥാപിച്ചപ്പോൾ ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അശ്വമേധ യജ്ഞം നടത്തി. 3 അശ്വമേധ യജ്ഞം ചെയ്തതിൻ്റെ ഫലമാണ് യുധിഷ്ഠിരന് ലഭിച്ചത്. കാരണം 3 പ്രാവശ്യമായിട്ടായിരുന്നു ആഹുതി സമർപ്പിച്ചിരുന്നത്, 3 ഇരട്ടി. അർജുൻ ആ സമയത്ത് ദ്വാരകയിലേക്ക് പോയി. 36-ാമത്തെ വർഷം അടുക്കാറായപ്പോൾ. കാരണം ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് അർജുൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ പോകുന്നതിന് മുമ്പേ ഭഗവാനെ ഒന്ന് കാണാനും ഭഗവാന്റെ കൂട്ടത്തിൽ കുറച്ചു കാലം നിൽക്കാനും അർജുൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് പാണ്ഡവരും വിചാരിച്ചു അർജുൻ എങ്ങനെയെങ്കിലും ഭഗവാനെ തടയാൻ സഹായിക്കുമെന്ന് വിചാരിച്ചു. ഹരേഷ്ണ, ക്ഷമിക്കണം, ഇടയ്ക്കൊരു കോള് വന്നിരുന്നു. അതായിരുന്നു. നമുക്ക് ചർച്ച തുടരാം. അപ്പോൾ പാണ്ഡവർക്കറിയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ ഇനി എന്തായാലും ഭഗവാന്റെ ലീലകളൊക്കെ അവസാനിപ്പിച്ച് ഭഗവാൻ അപ്രത്യക്ഷനാവാൻ പോവുകയാണ് എന്ന് പാണ്ഡവർക്കറിയാം. അതുകൊണ്ട് അർജുൻ ഭഗവാനെ കാണാൻ പോയി കഴിഞ്ഞാൽ അർജുൻ എങ്ങനെയെങ്കിലും ഭഗവാനെ ഒന്ന് പിടിച്ചു നിർത്തും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഭഗവാൻ എങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ അനുവദിക്കാതിരുന്നാലോ അർജുനെ കൊണ്ട് അത് പറ്റുമെന്ന് വിചാരിച്ചു. പിന്നെ അർജുൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗാന്ധാരി ദേവിയുടെ ആ ശാപത്തിന് എന്തെങ്കിലും ഒരു വേറെന്തെങ്കിലും ഒരു ഉപായം ഭഗവാൻ കണ്ടെത്തും എന്ന് പാണ്ഡവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നിട്ട് ഭഗവാൻ തുടരുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഭഗവാൻ അതിനുള്ള ശക്തിയൊക്കെ ഉണ്ടല്ലോ. അർജുൻ പോയി കുറേ മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ യുധിഷ്ഠിര മഹാരാജിന് പല പല ദുർനിമിത്തങ്ങളും കാണാൻ പറ്റി. കാലാവസ്ഥകളൊക്കെ അതിൻ്റെ ക്രമം അനുസരിച്ചല്ല വരുന്നത്. മനുഷ്യരെല്ലാം അവരവരുടെ കർത്തവ്യങ്ങൾ മറന്നു പോകുന്നു. കാരണം ഇതിനു മുമ്പേ ഉള്ള കാലഘട്ടം നമ്മൾ നന്നായി പഠിച്ചു അല്ലേ? എങ്ങനെയായിരുന്നു? കാലാവസ്ഥയൊക്കെ കറക്റ്റായിരുന്നു, എല്ലാവരും അവരുടെ കർത്തവ്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു യുധിഷ്ഠിരൻ്റെ ഭരണം, യുധിഷ്ഠിര മഹാരാജിൻ്റെ ഭരണം. പക്ഷെ ഇല്ല, ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞതുപോലെ അവസ്ഥയിലായിരുന്നു യുധിഷ്ഠിര മഹാരാജിനെ കാണുന്നത്. പ്രജകളുടെ ഇടയിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്ക്, എല്ലായിടത്തും ചതിവും വഞ്ചനയും കണ്ടു തുടങ്ങി. ആൾക്കാരുടെ ഉള്ളിൽ അത്യാഗ്രഹം, അഹങ്കാരം, ദുരഭിമാനം, ക്രോധം ഇതൊക്കെ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലായി. ഇതെല്ലാം കണ്ടിട്ട് യുധിഷ്ഠിര മഹാരാജ് ഭീമനോട് പറഞ്ഞു, ഭീമ, അർജുൻ ദ്വാരകയിലേക്ക് പോയിട്ട് കുറേ കാലമായല്ലോ. പല പല ദുർനിമിത്തങ്ങളും ഞാൻ കാണുന്നു. ഏതോ വലിയൊരു ആപത്ത് പറ്റിയതുപോലെ. ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സമയം ആഗതമായോ? നാരദ മഹർഷി മുന്നറിയിപ്പ് നൽകിയതുപോലെ. അല്ലെങ്കിൽ ഇത്രയും അധർമ്മത്തിൻ്റെ ദുർനിമിത്തങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? അവിടെ എല്ലാ സൗഭാഗ്യവും എല്ലാ ശുഭലക്ഷണങ്ങളും എല്ലാം ഭഗവാൻ കൃഷ്ണൻ കാരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാം നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖമല്ല, പക്ഷെ ഭഗവാന്റെ ആ ഒരു മഹത്വം അവിടെ യുധിഷ്ഠിര മഹാരാജ് പറയുന്നു. യുധിഷ്ഠിര മഹാരാജ് ഭീമസേനോട് ഓരോരോ ദുർനിമിത്തങ്ങളെക്കുറിച്ചും എടുത്തെടുത്ത് പറയുകയാണ്.
സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ചെന്നായ്ക്കൾ ഓലിയിടുന്നു. നായ്ക്കളൊന്നും ഒരു ഭയമില്ലാതെ ഈ ദുഷ്ടനെ നോക്കി കുരയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുതിരകളൊക്കെ കരയുന്നു. കാക്കകൾ തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് മൂങ്ങകൾ തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇടിവെട്ടിക്കൊണ്ടേയിരിക്കുന്നു. മേഘങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭൂമി വിറയ്ക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. വലിയ കാറ്റ്, കൊടുങ്കാറ്റ് വീശുന്നു. ഒരുപാട് പൊടി പറക്കുന്നു. ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങൾ കരയുന്നതായിട്ട് കാണപ്പെടുന്നു. കണ്ണിൽ നിന്നിങ്ങനെ കരയുന്നതായിട്ട് തോന്നുന്നു. വേർക്കുന്നതായിട്ട് തോന്നുന്നു. അവർ ആ ഒരു വിഗ്രഹം ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയിൽ കാണപ്പെടുന്നു. യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, ഈ എല്ലാ ദുർനിമിത്തങ്ങളും ഭൂമിക്കുണ്ടായ ഏറ്റവും വലിയൊരു നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ തൃപ്പാദങ്ങൾ പതിയുന്നതിലൂടെ ഈ ഭൂമി ഭാഗ്യവതിയായിരുന്നു. പക്ഷേ ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായതോടുകൂടി ആ ഭാഗ്യവും നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ യുധിഷ്ഠിരൻ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, അർജുൻ തിരിച്ചെത്തുന്നു എന്ന്. യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അർജുനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട. അന്നേരം നിമിഷങ്ങൾക്കകം അർജുൻ അകത്ത് വന്നു. യുധിഷ്ഠിര മഹാരാജിൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് കെട്ടിപ്പിടിച്ചു. യുധിഷ്ഠിര മഹാരാജ് നോക്കിയപ്പോൾ അർജുൻ വളരെയധികം ദുഃഖിതനായിട്ട് കണ്ടപ്പെട്ടു. വളരെ ദുഃഖിതനായിട്ട് കാണപ്പെട്ടു. കണ്ണിൽ നിന്നും കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകിയായിരുന്നു. മുഖം വാടിയിരിക്കുന്നു. യുധിഷ്ഠിരനെ നോക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഇല്ല. കൂടുതൽ ദുഃഖിതനാണ് എന്ന് മനസ്സിലാക്കി യുധിഷ്ഠിര മഹാരാജിന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, എന്നോട് പറയൂ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, ദ്വാരകയിലുള്ള എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടല്ല ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പിതാമഹൻ ശൂരസേനൻ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ അമ്മാവൻ വാസുദേവൻ അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഉഗ്രസേന മഹാരാജാവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഹൃദികൻ സുഖമായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ കൃതവർമ്മ, അക്രൂരൻ, ജയന്തൻ, ഗദൻ, ശാരണൻ, സത്രാജിത്ത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ബലരാമസ്വാമി സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്വാരകയിലുള്ള സുഹൃത്തുക്കളെ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരുടെ എല്ലാം ക്ഷേമാന്വേഷണ ശേഷം. കാരണം പാണ്ഡവർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയിൽ പോകുന്നുണ്ടായിരുന്നു. അവരെപ്പോഴും അവിടെ സുഖമായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. അന്നേരം ഭഗവാന്റെ രാജ്യത്തിലുള്ള എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് യുധിഷ്ഠിര മഹാരാജ് അവസാനം ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ചോദിച്ചു, ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ, എപ്പോഴും ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ, അദ്ദേഹം സന്തോഷത്തോടു കൂടിയല്ലേ ദ്വാരകയിൽ കഴിയുന്നത്? സർവശക്തനായിട്ടുള്ള ഭഗവാൻ ബലരാമസ്വാമിയാണെങ്കിൽ അനന്തശേഷനാണ്. ആ അനന്തശേഷനുമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നില്ലേ? യദുക്കളുടെ സംരക്ഷണവും നന്മയും, അത് കൂടാതെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ തന്നെ നന്മ ആഗ്രഹിക്കുന്ന അവർ സുഖമായിട്ടിരിക്കുന്നില്ല. ഭഗവാന്റെ സംരക്ഷണത്തിലാണ് യദുവംശം കഴിയുന്നത്. അതുകൊണ്ട് ആധ്യാത്മിക ലോകത്തിൻ്റെ അതേ സുരക്ഷിതത്വം തന്നെയാണ് യദുക്കൾക്ക് ലഭിക്കുന്നത്. ഭഗവാന്റെ സംരക്ഷണത്തിലായതുകൊണ്ട് അവർക്ക് ഒട്ടും ഭയമില്ല. ദേവന്മാരെ പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദേവന്മാരെക്കാട്ടി ശക്തരും ഐശ്വര്യത്തിലുമാണ് അവർ ജീവിക്കുന്നത്. അർജുൻ ഇപ്പോഴും മുഖമൊക്കെ വാടി, മുഖം താഴ്ത്തിയിരിക്കാം. യുധിഷ്ഠിരൻ ചോദിച്ചു, അർജുന, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?
യുധിഷ്ഠിരൻ നന്നായിട്ട് അറിയാമായിരുന്നു ഭഗവാൻ എന്തോ പ്രശ്നമായിട്ടുണ്ട്, ഭഗവാൻ ഇവിടുന്ന് അപ്രത്യക്ഷമായി, എന്നിട്ട് യദുക്കളും പോയെന്നറിയാം. പക്ഷെ എന്നിട്ടും അർജുനനോട് മറ്റു കാരണങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കാം. കാരണം ദുഃഖവാർത്ത നേരിട്ട് അറിയാൻ താല്പര്യമില്ല, ആ ഒരു വാർത്ത കേൾക്കാൻ താല്പര്യമില്ല, മറ്റേതെങ്കിലും കാരണങ്ങളാവട്ടെ എന്നുള്ള രീതിയിൽ യുധിഷ്ഠിരൻ ഇങ്ങനെ ചോദിക്കാം. എന്നിട്ട് പറഞ്ഞു, അർജുന, നിൻ്റെ ആരോഗ്യവും സ്ഥിതിയൊക്കെ ശരിയല്ലേ? നിൻ്റെ മുഖത്തെ ആ ഒരു തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും നിന്നെ അപമാനിച്ചോ? നീ ഒരുപാട് കാലം ദ്വാരകയിൽ താമസിച്ചുകൊണ്ട് ആരെങ്കിലും നിന്നെ അവഗണിച്ചോ? നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും നിന്നോട് സംസാരിച്ചോ? ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ട് നിനക്കത് കൊടുക്കാൻ പറ്റാതെ ആയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു വാഗ്ദാനം കൊടുത്തിട്ട് അത് നിറവേറ്റാൻ പറ്റാതെ ആയിട്ടുണ്ടോ? നിസ്സഹായരായിട്ട് ആരെങ്കിലും സംരക്ഷണത്തിനായിട്ട് നിന്നോട് അഭ്യർത്ഥിച്ചിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റാതെ ആയിട്ടുണ്ടോ? ഒരു നീച സ്ത്രീയായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു ബന്ധം പുലർത്തേണ്ടി വന്നോ? അതോ മാന്യ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയെ നീ വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ലയോ? അതോ നിന്നെക്കാട്ടിയും താഴ്ന്ന ഒരു വ്യക്തി, ഇത്രയും ഗുണങ്ങളില്ലാത്തൊരു വ്യക്തി നിന്നെ തോൽപ്പിച്ചോ? അതോ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത വലിയ ഏതെങ്കിലും പാതകം നീ ചെയ്തോ? ഞാൻ ഓരോന്നും ചോദിക്കാം. അവസാനം യുധിഷ്ഠിരൻ ശാന്തനായി. കാരണം ഇതിലൊന്നും അർജുനൊന്നും മിണ്ടിയില്ല. കാരണം യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ഭയം ഉണ്ടായിരുന്നു, ഭഗവാൻ പോയോ എന്ന്. അപ്പോഴേക്കും ഭീമസേനും മറ്റു സഹോദരന്മാർക്കും മനസ്സിലായി എന്താണ് സംഭവിച്ചത്. കുറേ നേരം മിണ്ടാതിരുന്നിട്ട് യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, അതോ എൻ്റെ പ്രിയ സഹോദര, നമ്മളെല്ലാവരും ഈ ഒരു അശാന്തത അനുഭവപ്പെടുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തായ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ വിട്ടു പോയോ? അതല്ലാതെ വേറൊരു കാരണത്താൽ നീ ഇത്രയും ദുഃഖിതനായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ടപ്പോൾ അർജുനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. തൊണ്ടയെല്ലാം വരണ്ടു, ദേഹം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി, കൈകൊണ്ട് മുഖം മറിച്ച് കരയുകയാണ്. എങ്ങനെയൊക്കെയോ കണ്ണീരിനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പ്രിയരാജൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ എന്നെ സ്വന്തം സുഹൃത്തായിട്ടായിരുന്നു കണ്ടത്. അദ്ദേഹം എന്നെ ഒറ്റയ്ക്കാക്കി പോയിരിക്കാം. അതോടുകൂടി എൻ്റെ അസാമാന്യ ശക്തി, ദേവന്മാരെ പോലും അത്ഭുതപ്പെടുത്താൻ ആ അസാമാന്യ ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു നിമിഷം അകൽച്ച പോലും എത്രയോ യുഗങ്ങൾ പോലും തോന്നും. ഒരു നിമിഷം പോലും അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിന്ന് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ അശുഭമായിട്ട് നമുക്ക് തോന്നും, ശൂന്യമായിട്ട് തോന്നും. ഒരു ശരീരത്തിൽ നിന്നും ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെ. അതേപോലെ ഞാനിപ്പോൾ അതിതീവ്രമായിട്ടുള്ള വിരഹത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യ കൃപാകടാക്ഷം അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമായിരുന്നു. കാമഭ്രാന്തന്മാരായ കുറേ രാജാക്കന്മാരെ തോൽപ്പിച്ച് ദ്രുപദ കന്യകയെ എനിക്ക് സ്വയംവരത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ അർജുൻ പല പല സന്ദർഭങ്ങളും പറഞ്ഞു. ഭഗവാന്റെ കാരുണ്യത്താൽ അർജുന് ജയിക്കാൻ പറ്റിയ പല പല സന്ദർഭങ്ങൾ, അതെല്ലാം ആലോചിച്ച് പല പല ആപത്തുകളിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചു ഭഗവാൻ, അതൊക്കെ അർജുൻ എടുത്തെടുത്ത് പറയാം. എന്നിട്ട് പറയുന്നു, കൗരവ സൈന്യബലം ഒരു സമുദ്രത്തെ പോലെയായിരുന്നു. ഭയപ്പെടുന്ന ഒരുപാട് തിമിംഗലങ്ങളും അതിലുണ്ടായിരുന്നു. ആർക്കും അത് മറികടക്കാൻ കഴിയില്ല. പക്ഷെ ഭഗവാന്റെ സൗഹൃദം കൊണ്ട് ഞാനതിനെ മറികടന്നു. ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിങ്ങനെ അസംഖ്യം യോദ്ധാക്കൾ
അതിശക്തമായിട്ടുള്ള ആയുധങ്ങൾ എനിക്കെതിരെ എറിഞ്ഞു. പക്ഷേ അതൊന്നും എൻ്റെ രോമത്തെ പോലും സ്പർശിച്ചില്ല ഭഗവാന്റെ കാരണത്താൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം മനസ്സിലാക്കാത്തതുകൊണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ എൻ്റെ സാരഥിയാക്കിയത്. കാരണം മോക്ഷം ആഗ്രഹിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ സദാ പൂജിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പ്രിയരാജൻ, അദ്ദേഹത്തിൻ്റെ തമാശകൾ, അദ്ദേഹത്തിൻ്റെ ഓരോ നേരം പോക്കായിട്ട് സംസാരിച്ച കാര്യങ്ങൾ വളരെ മനോഹരമായിരുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ ചിരിയും. എന്നിട്ട് പാർത്ഥ സുഹൃത്തെ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. നമ്മൾ ഒന്നിച്ച് ഒരേ മുറിയിൽ ഒരേ കിടക്കയിലായിരുന്നു കിടക്കുന്നത്. അടുത്തടുത്തായിരുന്നു എപ്പോഴും ഇരിക്കുന്നത്. നേരം പോക്കിന് നമ്മൾ രണ്ടുപേരും പലയിടത്തും ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. നമ്മൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വീരവാദമൊക്കെ മുഴക്കുമായിരുന്നു. ഞാൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ അതേപോലെ അദ്ദേഹം ഭഗവാനും ശ്രീകൃഷ്ണവാനും അതേപോലെ പറയുകയാണ്. ഞാൻ കുറച്ച് ഓവറായിട്ട് തള്ളുമ്പോൾ അങ്ങനെയെന്ന് അർജുൻ പറയും. അതായത് ഭഗവാൻ ചിലപ്പോഴൊക്കെ കുറച്ച് കൂടുതൽ പറയും. അതെനിക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. അന്നേരം ഉടനെ ഞാൻ ആളിനെ കളിയാക്കി പറയും, പിന്നെ ഞാൻ വിശ്വസിച്ചു. അന്നേരം ഞാൻ അദ്ദേഹത്തെ വളരെ കൊച്ചാക്കി കാണിച്ചാലും അദ്ദേഹം അതിനെയൊക്കെ സഹിച്ചു, എന്നോട് ക്ഷമിച്ചു. എങ്ങനെയാണ് ഒരു സുഹൃത്തിനോട് ക്ഷമിക്കുന്നത്, ഒരു അച്ഛൻ മകനോട് ക്ഷമിക്കുന്നത്, അതേപോലെ അർജുൻ തകർന്നു. ഒട്ടും പറയാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അടുത്തുള്ള സഹോദരങ്ങളെല്ലാം പരിഭ്രാന്തരായി. അവർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒട്ടും ചിന്തിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഭഗവാൻ അപ്രത്യക്ഷമായിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ സ്വയത്തെ നിയന്ത്രിച്ച് അർജുൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അർജുൻ പറയാണ്, ഭഗവാന്റെ അസാന്നിധ്യത്തിൽ ഒരു കൂട്ടം ഗോപാലന്മാർ വന്ന് ഭഗവാന്റെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോയി. അർജുൻ സ്വന്തം കൈകളെ നോക്കിയിട്ട് പറയുക, എൻ്റെ ആ ശക്തിയൊക്കെ എവിടെ പോയി? അതേ ഗാണ്ഡീവം തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്, അതേ അസ്ത്രങ്ങൾ തന്നെയാണ്, അതേ രഥം തന്നെ, ശക്തമായിട്ടുള്ള കുതിരകളും. ഞാൻ അതേ അർജുൻ തന്നെയാണ്. എല്ലാ രാജാക്കന്മാരും ബഹുമാനിച്ച അതേ അർജുൻ തന്നെയാണ് ഞാൻ. പക്ഷെ ഭഗവാന്റെ അസാന്നിധ്യത്തിൽ എല്ലാം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. തകർന്നിരിക്കുന്ന ആ അനിയനെ യുധിഷ്ഠിര മഹാരാജ് കെട്ടിപ്പിടിക്കുകയാണ്. യുധിഷ്ഠിരൻ മഹാരാജ് അർജുനെ പിടിച്ച് ആസനത്തിലിരുത്തി സേവകരോട് ചാമരം വീശാൻ പറഞ്ഞു. അർജുൻ കുറച്ച് വെള്ളം കുടിച്ചു. എന്നിട്ട് ദ്വാരകയിൽ നടന്ന സംഭവങ്ങൾ അർജുൻ പറയാം. രാജൻ, അങ്ങ് നമ്മുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ചോദിച്ചു, ബന്ധുക്കളെക്കുറിച്ച് ചോദിച്ചു, ആ പുണ്യനഗരിയായ ദ്വാരകയിലുള്ള അവരെക്കുറിച്ച്. അവരെല്ലാം ബ്രാഹ്മണ ശാപത്താൽ നശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ലഹരിയിൽ അടിമപ്പെട്ട് അവരെല്ലാം അന്യോന്യം അടിച്ച് തീർന്നു. സ്വന്തം ആളാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് എല്ലാവരും മരിച്ചു. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അർജുൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പേ ദ്വാരകയിൽ കുറച്ച് കുട്ടികൾ, സാമ്പൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് കുട്ടികൾ ശക്തരായിട്ടുള്ള കുറച്ച് ഋഷികളുടെ മുമ്പിൽ അവരെ കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. നാരദ മഹർഷി അവിടെയുണ്ട്. അവർ ദ്വാരക സന്ദർശിച്ചപ്പോൾ അന്നേരം ആ കുട്ടികളെല്ലാവരും ഭഗവാന്റെ മകനായ സാമ്പനെ ഒരു സ്ത്രീയായിട്ട് വേഷമിടിപ്പിച്ചിരുന്നു. എന്നിട്ട്
വൈറ്റിൻ്റെ ആ സാരിയുടെ ഉള്ളിലായിട്ട് ഒരു ഇരുമ്പിൻ്റെ ഗോളത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഒരു മിനിറ്റ്. നമുക്ക് ചർച്ച തുടരാം. ഇരുമ്പിൻ്റെ ഒരു ഗോളത്തെ സാരിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതായത് ഗർഭവതിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. എന്നിട്ട് അവർ ഋഷിയെടുത്ത് ചോദിച്ചു, മഹർഷേ, ഈ പെൺകുട്ടി ഗർഭവതിയാണ്. ഈ കുട്ടി ജന്മം നൽകുന്നത് ആൺകുട്ടിയായിരിക്കുമോ അതോ പെൺകുട്ടിയായിരിക്കും? ഈ കുട്ടികളുടെ ഈ വികൃതിത്തരത്തിൽ ഋഷിമാർക്ക് ദേഷ്യമായി. അപ്പോൾ തന്നെ ഋഷിമാർ പറഞ്ഞു, ഇവൻ ജന്മം നൽകുന്നത് ഒരു ഇരുമ്പിൻ്റെ പന്തിനെയായിരിക്കും. അതിലൂടെ ഈ കുലം മുഴുവൻ നശിക്കുന്നു. ഭഗവാൻ കൃഷ്ണനും ബലരാമനും മാത്രം അവശേഷിക്കുന്നു. അപ്പോൾ ഉഗ്രസേന രാജാവ് ഇത് കേട്ടപ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ ആ പന്തിനെ, ആ ഒരു ഗോളത്തെ പൊടിയാക്കി എന്നിട്ട് സമുദ്രത്തിലേക്ക് എടുത്തെറിഞ്ഞു എന്നുള്ളു. അപ്പോഴേക്കും ദ്വാരകയിൽ പല പല ദുർനിമിത്തങ്ങളും കണ്ടു തുടങ്ങി. പല ഭീകര രൂപത്തിൽ അവിടെ പ്രവേശിക്കുന്നതായിട്ട് കണ്ടു. യദുക്കളും വൃഷ്ണികുലത്തിലുള്ള എല്ലാവരും അസംഖ്യം അസ്ത്രങ്ങൾ അയച്ചു. പക്ഷേ കാലനെ ഒന്നും ചെയ്യിപ്പിച്ചില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. അവിടെയുള്ള തെരുവുകളിലെല്ലാം എലികളെ കൊണ്ട് നിറഞ്ഞു. ഒരു കാര്യമില്ലാതെ കുടങ്ങളെല്ലാം പൊട്ടാൻ തുടങ്ങി. കിണറുകളിലുള്ള വെള്ളമെല്ലാം വറ്റാൻ തുടങ്ങി. എല്ലാവരുടെയും ദേഹം വിറയ്ക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള അശുഭ ജന്തുക്കളെയും കാണാൻ തുടങ്ങി. കാക്കകൾ, മൂങ്ങകൾ, ചെന്നായ്ക്കൾ, അവരെല്ലാം എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പശുക്കൾ കഴുതകളെ പ്രസവിക്കാൻ തുടങ്ങി. വളരെ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം വിളമ്പിക്കഴിയുമ്പോൾ അതിൽ പുഴു വരുന്നതായിട്ട് കണ്ടു. എപ്പോഴും ആളുകൾ ഓടുന്നതിൻ്റെ ശബ്ദം ഇങ്ങനെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആരും ഓടുന്നുമില്ലായിരുന്നു. പ്രജകളെല്ലാം ഒരു നാണവും ഇല്ലാതെ പാപകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രാഹ്മണരെയെല്ലാം അവഗണിക്കുന്നു, അപമാനിക്കുന്നു. ഭഗവാന്റെ ആരാധന ചെയ്യാൻ മറന്നുപോകുന്നു. മുതിർന്നവരെ അപമാനിക്കുന്നു, ഗുരുവിനെ അപമാനിക്കുന്നു. ഭഗവാൻ കൃഷ്ണനും ബലരാമനും ഒഴികെ ബാക്കി എല്ലാവരും അധപ്പതിച്ചു തുടങ്ങി. ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും കൂടെ ഒരു സഭ വിളിച്ചു കൂട്ടി. എല്ലാവരും ഒത്തുകൂടിയിരുന്നപ്പം ഭഗവാൻ പറഞ്ഞു, ഉഗ്രസേന മഹാരാജാവിനോട് ഭഗവാൻ പറഞ്ഞു, യദുശ്രേഷ്ഠ, ഈ ദുർനിമിത്തങ്ങളൊക്കെ ദ്വാരകയിൽ അങ്ങ് കാണുന്നില്ലേ? മരണത്തിൻ്റെ ചിഹ്നങ്ങളാണിതൊക്കെ. അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടെ നിൽക്കരുത്. സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധരായിട്ടുള്ളവർ എല്ലാവരും ഈ നഗരം ഉപേക്ഷിക്കണം. എന്നിട്ട് ശംഖോധര എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. നമ്മളെല്ലാവരും പ്രഭാസ ക്ഷേത്രത്തിലേക്ക് പോകണം. ഇവിടെ സരസ്വതി നദി പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നുണ്ട്. നമ്മളെല്ലാവരും ശുദ്ധീകരണത്തിന് വേണ്ടി അവിടെ കുളിക്കും. എന്നിട്ട് നമ്മളെല്ലാവരും ഉപവാസം ഇരുന്ന് ധ്യാനിക്കും. നമ്മൾ ദേവന്മാരെയൊക്കെ പൂജിച്ച് അവർക്ക് വേണ്ടുന്ന ദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് ബ്രാഹ്മണരെയും പൂജിച്ച് അവർക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് അതിലൂടെ നമ്മൾ ഇതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ പോകും. അങ്ങനെ സഭയിലിരുന്ന എല്ലാവരും അത് അംഗീകരിച്ചു. അവരെല്ലാവരും അവരുടെ രഥത്തിൽ കയറി
പ്രഭാസ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മൾ പൊതുവേ സാമ്പൻ ഒരു ഇരുമ്പ് ഒലക്കെ പ്രസവിച്ചു എന്നാണ് കേൾക്കുന്നത്. പക്ഷെ മഹാഭാരതത്തിൽ ഒരു ഇരുമ്പിൻ്റെ ഗോളം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചർച്ച തുടരാം. ഇരുമ്പ് ഗോളമാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്തായാലും അവിടെ ഗർഭമായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇരുമ്പിൻ്റെ ഗോളമാണല്ലോ. പിന്നെ ഇരുമ്പ് പ്രസവിച്ചു എന്നും പറയുന്നു. 10 മാസം ചുമന്ന് 10 മാസം കൊണ്ട് പ്രസവിക്കുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും മഹാഭാരതത്തിൽ പറയുന്ന ഇരുമ്പിൻ്റെ ഗോളം ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചർച്ച എന്തായാലും തുടരാം. അങ്ങനെ അവരെല്ലാം പ്രഭാസ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. സ്ത്രീജനങ്ങളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്നേരം അവരുടെ കൂട്ടത്തോടെ അവർ ശംഖോദര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അത് ദ്വാരകയ്ക്കും പ്രഭാസ ക്ഷേത്രത്തിൻ്റെ ഇടയ്ക്കാണ്. സ്ത്രീജനങ്ങളെല്ലാവരും ശംഖോദരയിൽ തന്നെ തങ്ങി ശംഖുകളൊക്കെ ഊതി ആണുങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആയിരക്കണക്കിന് വാദ്യോപകരണം വായിക്കുന്ന വിദ്വാൻമാരും എല്ലാവരും കൂടി ചേർന്ന് വളരെ ആഘോഷത്തോടു കൂടി അവർ പ്രഭാസ ക്ഷേത്രത്തിലേക്ക് എത്തി. അവിടെ അവർക്ക് താമസിക്കാനായിട്ട് മന്ദിരങ്ങളൊക്കെ പണിഞ്ഞ് അവർ ദേവന്മാർക്ക് യജ്ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. 2-ാം ദിവസം കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു വിധിയുണ്ടല്ലോ. അവർ ഒരു പ്രത്യേക തരം പാനയം കഴിച്ചു. അതിലൊരു ലഹരി ഉണ്ടായിരുന്നു. അത് യജ്ഞത്തിന് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു. അന്നേരം യജ്ഞത്തിൻ്റെ ആഹുതിക്ക്, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഈ ലോകത്ത് ലഭിക്കുന്ന കള്ളോ അങ്ങനെയൊന്നുമല്ല. ഒരു പ്രത്യേകതരം സസ്യങ്ങളാൽ നിർമ്മിക്കുന്ന ഒരു തരം മദ്യം പോലെ തന്നെയാണ്. അന്നേരം ക്ഷത്രിയർ തീർച്ചയായിട്ടും ലഹരി ഉപയോഗിച്ചിരുന്നു. പക്ഷേ എല്ലാവരുമല്ല. ഭഗവാനോ പാണ്ഡവരോ അങ്ങനെയുള്ള ചിലവർ ഉപയോഗിച്ചിരുന്നു. അത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരിക്കലും നമ്മൾ ഈ ലോകത്ത് കാണുന്ന രീതിയിലുള്ള മദ്യമല്ല. ഈ ലോകത്തുള്ള മദ്യം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും തമോ ഗുണത്തിലാണ്. പക്ഷേ ഈ ഒരു മദ്യം അവരുടെ ബോധത്തെ മറിച്ചു. കാരണം അങ്ങനെ ഒരു നിയോഗം കൂടെ ഉണ്ടല്ലോ. അന്നേരം അങ്ങനെ ഉന്മത്താവസ്ഥയിലേക്ക് അവരെത്തിയപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയാൻ തുടങ്ങി. സാത്വികി കൃതവർമ്മയെ ആദ്യം അപമാനിച്ചു. കാരണം അശ്വത്ഥാമാവിനെ സഹായിച്ചത് കൃതവർമ്മയായിരുന്നല്ലോ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പാണ്ഡവ യോദ്ധാക്കളെ കൊന്നപ്പോൾ. അന്നേരം കളിയാക്കി പറഞ്ഞു, ഓ നീ പിന്നെ വലിയ ക്ഷത്രിയൻ, ഉറങ്ങിക്കിടന്ന യോദ്ധാക്കളെ നീ കൊന്നില്ലേടാ, നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഉടൻ കൃതവർമ്മയ്ക്ക് ദേഷ്യമായി. നീ എങ്ങനെയാണ് നിരർത്ഥകനായിട്ട് നിരായുധനായിട്ട് നിന്ന പുരീശ്രവസനെ നീ കൊന്നില്ലേ ധ്യാനനിമഗ്നായിട്ടിരുന്നപ്പോൾ? ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ കൃതവർമ്മയൊന്ന് രൂക്ഷമായിട്ട് നോക്കി. സാത്വികി ഉടൻ തന്നെ ചാടി എഴുന്നേറ്റു. എന്നിട്ട് വാളെടുത്തിട്ട് ഞാനിപ്പം തന്നെ കൃതവർമ്മയെ കൊല്ലാൻ പോവുകയാണ്. ദൃഷ്ടദ്യുമ്നും ശിഖണ്ഡിക്കുമുള്ള ആ ഒരു അവരുടെ മരണത്തിനുള്ള പ്രതികാരം ഞാൻ ഇപ്പം തീർക്കാൻ പോവുകയാണ്. സാത്വികി കൃതവർമ്മയുടെ അടുത്തേക്ക് ഓടിച്ചാടി മുന്നോട്ട് പോയി. പക്ഷേ കൃതവർമ്മയാണെങ്കിൽ മദ്യമൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഒറ്റ അടിക്ക് ഒറ്റ വെട്ടിന് കൃതവർമ്മയുടെ തലയറുത്തു. ഉടൻ തന്നെ കൃതവർമ്മയുടെ കൂട്ടരെല്ലാവരും കൂടെ സാത്വികയെ ആക്രമിച്ചു. ഇരുമ്പിൻ്റെ പാത്രങ്ങൾ കൊണ്ട് അടിച്ച് സാത്വികയെ ആക്രമിക്കുകയാണ്. ഉടൻ തന്നെ പ്രദ്യുമ്നൻ സഹായിക്കാനെത്തുകയാണ്. അപ്പോഴത്തേക്ക് പ്രദ്യുമ്നെയും സാത്വികയെയും എത്രയോ യാദവർ ചുറ്റുന്നു ആക്രമിക്കുകയാണ്. നന്നായിട്ട് അവർ യുദ്ധം ചെയ്തെങ്കിലും നിമിഷങ്ങൾക്കകം പ്രദ്യുമ്നും സാത്വികയും മരിക്കുകയാണ്.
സ്വന്തം മകൻ പ്രദ്യുമ്നൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ ഭഗവാന് ദേഷ്യം വന്നു. ഉടൻ തന്നെ അവിടെ വളർന്നിരിക്കുന്ന കുറേ പുല്ലുകളെ കണ്ടു. ആ പുല്ലുകൾ എന്ന് പറയുന്നത് ഈ ഇരുമ്പിൻ്റെ പൊടിയിൽ നിന്ന് അത് സമുദ്രത്തിൽ വന്ന് തിരമാലകളോടൊപ്പം വന്ന് അന്നേരം നേരത്തെയുള്ള ഇരുമ്പ് പൊടിയില്ലേ, അത് തന്നെയായിരുന്നു. അതിൽ നിന്നും വളർന്ന പുല്ലുകളായിരുന്നു. അതുകൊണ്ട് ഇരുമ്പിൻ്റെ ദണ്ട് പോലെ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ അതിനെ തന്നെ ഉപയോഗിച്ചു ആയുധമായിട്ട്. ഭഗവാൻ നിമിഷങ്ങൾക്കകം ഒരുപാട് യാദവരെ കൊന്നു. ഉടൻ തന്നെ മറ്റ് യാദവരും വൃഷ്ണികളും അവരവരുടെ ആയുധങ്ങളെടുത്തു, അവരും ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ളൊരു യുദ്ധം ആരംഭിച്ചു. അവരുടെയൊക്കെ ആയുധങ്ങൾ തകർന്നപ്പോൾ അവരും ഈ പുല്ല് എടുക്കാൻ തുടങ്ങി. അന്നേരം മദ്യവും കുടിച്ചിരിക്കുന്നു. അതുകൂടാതെ ഗാന്ധാരിയുടെ ശാപം, ഋഷിമാരുടെ ശാപം, അങ്ങനെ ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തുടങ്ങി. അച്ഛൻ സ്വന്തം മകനെ തന്നെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു, സഹോദരങ്ങൾ സഹോദരങ്ങളെ തന്നെ കൊന്നു. എങ്ങനെയാണോ ഈയാമ്പാറ്റ തീയിൽ ചെന്ന് ചാടുന്നത് അതേപോലെ എല്ലാവരും സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ കോടാനുകോടി യോദ്ധാക്കൾ മരിച്ചു എന്നുള്ള. ഭഗവാൻ കൃഷ്ണനും ബലരാമസ്വാമിയും ദാരുകനും മാത്രം ബാക്കിയിരിക്കുന്നു. ഈ ഒരു വാർത്ത ദ്വാരകയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇത് പറഞ്ഞതിൻ്റെ ഇടയിൽ അർജുൻ മിണ്ടാതിരിക്കുകയാണ്. കാരണം അർജുൻ ഒരുപാട് വിഷമമായി ഇതൊക്കെ കേട്ടപ്പോൾ. അർജുൻ അറിയായിരുന്നു ഇത് ഭഗവാന്റെ തീരുമാനമാണ്. കാരണം ഭഗവാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ സ്വന്തം പാർഷദരെയും കൊണ്ടുപോകണം. ഇവരെല്ലാം ഭഗവാന്റെ നിത്യ പാർഷദരാണ്. കലിയുഗം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഈ കലിയുടെ പ്രഭാവത്താൽ യദുക്കളുടെ ഉള്ളിലും മാറ്റങ്ങൾ സംഭവിച്ചാലോ എന്ന് ഭഗവാൻ മനസ്സിലാക്കിയിരുന്നു. കാരണം യദുക്കൾ മഹാശക്തരാണ്, ആർക്കും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും രോഗങ്ങളില്ല അവർക്ക്, അല്ലേ, വൃദ്ധാവസ്ഥയില്ല. അന്നേരം പിന്നെ ഇങ്ങനെ പോകേണ്ടി വരും. അതുകൊണ്ട് ഇവരെ അപ്രത്യക്ഷമാക്കാൻ വേറെ വഴിയില്ല. അന്നേരം ഒരു ദീർഘശ്വാസം എടുത്തിട്ട് അർജുൻ പറഞ്ഞു, ഭഗവാൻ സ്വയം എങ്ങനെയാണ് അപ്രത്യക്ഷമായിരുന്നു. എല്ലാ യദുക്കളും എല്ലാ യോദ്ധാക്കളും എല്ലാവരും പോയതിന് ശേഷം ഭഗവാൻ നോക്കി നിൽക്കാൻ ബലരാമസ്വാമി സമുദ്രതീരത്ത് ധ്യാനനിമഗ്നനായിട്ടിരുന്നു. അങ്ങനെ ധ്യാനിച്ചപ്പോൾ ബലരാമസ്വാമിയുടെ വായിൽ നിന്നും 1000 നാവുള്ള അനന്തൻ പുറത്തു വരികയാണ്. വരുണദേവനും എല്ലാ ദേവന്മാരും അദ്ദേഹത്തെ പൂജിക്കുകയാണ്. അങ്ങനെ ബലരാമസ്വാമി അനന്തശേഷൻ സമുദ്രത്തിലേക്ക് പോയി, എന്നിട്ട് അപ്രത്യക്ഷമായി. ബലരാമൻ സ്വാമി പോയി എന്ന് കണ്ടപ്പോൾ ഭഗവാൻ അടുത്തുള്ളൊരു വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഭഗവാൻ ധ്യാനനിമഗ്നനായിട്ടിരിക്കുന്നു. അങ്ങനെ ആ സമയത്ത് പല പല ദേവന്മാരും അദൃശ്യരായിട്ട് ഇവിടെ വന്ന് ഭഗവാനെ പൂജിക്കാം. അവരെല്ലാവരും ഭഗവാനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വേടനുണ്ടായിരുന്നു. ആ വേടൻ ഒരു മത്സ്യത്തെ പിടിച്ചിരുന്നു. ആ മത്സ്യത്തിൻ്റെ വായിലാണെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു കഷ്ണം കണ്ടായിരുന്നു. അതായത് ആ ഇരുമ്പ് ആ ഗോളത്തെ പൊടിയാക്കിയിട്ട് അവശേഷിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണം. അത് ഒരു അസ്ത്രത്തിൻ്റെ മൂർച്ചയുള്ള ഭാഗമാക്കി. കാരണം വേടന്മാർക്ക് അങ്ങനെ ഇരുമ്പ് ലഭിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഇരുമ്പ് കിട്ടിയപ്പോൾ ആളതിനെ നല്ല മൂർച്ചയുള്ള അറ്റത്തായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ആൾ വേട്ടയാടാൻ പോയപ്പോൾ ഭഗവാനെ കണ്ടു. ഭഗവാന്റെ മായാശക്തിയാൽ ഭഗവാന്റെ തൃപ്പാദത്തെ കണ്ടിട്ട് ഒരു മൃഗമാണെന്ന് വിചാരിച്ചു. ദൂരെ നിന്നും ഒരു ചെടികളുടെ ഇടയിൽ കൂടെയായിരുന്നു ഭഗവാന്റെ പാദത്തിൻ്റെ ആ ഒരു ഭാഗം കണ്ടത്. ഒരു അസ്ത്രം അയച്ചു, അത് ഭഗവാന്റെ പാദത്തിൽ കൊണ്ടു. അതിലൂടെ ഭഗവാൻ ഇവിടുന്ന് പ്രത്യക്ഷമായി. ദേവന്മാരും ബ്രഹ്മദേവനും എല്ലാവരും പൂജിച്ചുകൊണ്ട് ഭഗവാൻ ഇവിടുന്ന് അപ്രത്യക്ഷമായി.
അപ്പോഴേക്കും ദാരുകൻ ദ്വാരകയിലേക്ക് തിരിച്ചെത്തി. അന്നേരം ഭഗവാൻ ദാരുകനോട് പറഞ്ഞിരുന്നു അർജുനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അർജുനെ ദ്വാരക പത്നിമാരെ അവരെല്ലാം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ദാരുകൻ ദ്വാരകയിലേക്ക് എത്തിയപ്പോൾ ഭഗവാന്റെ അച്ഛനായ വസുദേവരുടെ അടുത്തെത്തി. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. ദേവകി അമ്മയടുത്തും പറഞ്ഞു. വസുദേവർ ഉടൻ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. ഭഗവാനിൽ നിന്നുള്ള വിരഹത്തിൽ ഉടൻ തന്നെ അവരുടെ ജീവൻ പോവുകയാണ്. വസുദേവരുടെയും ദേവകി അമ്മയുടെയും. വസുദേവ് ജി കി ജയ, ദേവകി മയ്യ കി ജയ. അർജുൻ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അർജുൻ ഇപ്പം ദ്വാരകയിലേക്ക് എത്തിയതേ ഉള്ളായിരുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ കേട്ടപ്പോൾ അർജുന് തന്നെ വലിയ വിഷമമായി. പക്ഷേ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ പാലിക്കണം എന്ന് കരുതി ആദ്യം വസുദേവർക്കും ദേവകി അമ്മയ്ക്കുമുള്ള ശേഷക്രിയകൾ ആരംഭിച്ചു. ചിത കത്തിച്ചപ്പോൾ വസുദേവരുടെ മറ്റു പത്നിമാരും അതിലേക്ക് പ്രവേശിക്കാം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട്. അർജുൻ പിന്നെ പ്രഭാസ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ യദുക്കൾക്ക് വേണ്ടി ശേഷക്രിയ ചെയ്യാനായിട്ട്, കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് കോടാനുകോടി യോദ്ധാക്കൾ മരിച്ചു. അതുകൊണ്ട് അവർക്കെല്ലാം കർമ്മങ്ങൾ ഓരോ ആൾക്കാരുടെയും പേര് പറഞ്ഞ് അർജുൻ ചെയ്യുകയാണ്. അതുകൊണ്ട് ആഴ്ചകൾ വേണ്ടി വന്നു എല്ലാവർക്കും വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ. കാരണം ആണുങ്ങളായിട്ട് വേറെ ആരുമില്ല ഇപ്പം കുടുംബത്തിൽ. എന്നിട്ട് സ്ത്രീകളെ എല്ലാം ശംഖോദരത്തിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ശേഷക്രിയ ചിത കത്തിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ സ്ത്രീജനങ്ങൾ അവരുടെ ആ ഒരു ചിതയിൽ തന്നെ കയറി അവരുടെ ശരീരം ത്യജിച്ചു. ഭർത്താവിനോടൊപ്പം തന്നെ ഉപരിലോകങ്ങളിലേക്ക് പോയി. അപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ശവശരീരം അവിടെ കാണുകയാണ്. അതുകൊണ്ടപ്പോൾ അർജുൻ ഷോക്കായി. ഭഗവാന് മരണമില്ലല്ലോ, ഭഗവാന്റെയും ബലരാമൻ്റെയും ശരീരം എങ്ങനെ കൊണ്ടുവന്നു? ഇതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഭഗവാനും ഭഗവാന്റെ ശരീരമായിട്ട് വ്യത്യാസമില്ല. അതായത് എന്തുകൊണ്ട് ഈ ഒരു ലീല ഭഗവാൻ ചെയ്തു എന്ന് ചോദിച്ചാൽ, അത് നിരീശ്വരവാദികൾ, ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തവർ, നമ്മൾ പറയത്തില്ല ഭഗവാന്റെ ശരീരവും ആത്മാവായിട്ട് വ്യത്യാസമില്ല. പിന്നെ മഹാഭാരതത്തിൽ എന്തിനാണ് ഭഗവാന്റെ ബോഡിയെക്കുറിച്ച് പറയുന്നത്, ബോഡി കത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്? അന്നേരം അത് അവർക്കൊരു ഭഗവാൻ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഭക്തിയിൽ അകന്നു നിൽക്കാനുണ്ട്. കാരണം ഇതിൻ്റെ ഉത്തരം ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. ജന്മകർമ്മച്ഛമേ ദിവ്യം, ഞാൻ ഈ ലോകത്തിൽ വരുന്നതും എൻ്റെ ലീലകളും അത് സാധാരണ മനുഷ്യരെ പോലെയല്ല, അതിൻ്റെ ദിവ്യത്വം മനസ്സിലാക്കിയ വ്യക്തികൾ ഒരിക്കലും ഈ ലോകത്തിൽ ക്ഷണിക്കത്തില്ല. അന്നേരം ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് ജനന മരണം ഇല്ലെങ്കിൽ പിന്നെ ഭഗവാൻ എങ്ങനെയാണ് മരണം? അന്നേരം ഭഗവാന്റെ ആത്മാവും ഭഗവാന്റെ ശരീരവും തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാന്റെ ശരീരം സച്ചിദാനന്ദമാണ്. അന്നേരം ഇത് ഒരു ലീലയുടെ ഭാഗമായിട്ട് മായാ സീതാദേവി എങ്ങനെ വന്നു, അതേപോലെ ഭഗവാനും ബലരാമസ്വാമിയും ഒരു മായാ ശരീരത്തെ അവിടെ സൃഷ്ടിക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം പിന്നെ ചിലവർ പറയുന്നു, ഈ കത്തിച്ച സമയത്ത് ഭഗവാന്റെ ഹൃദയം നശിച്ചില്ല, അതാണ് ജഗന്നാഥ് പുരിയിൽ പോയത്. എങ്കിൽ പിന്നെ അതും പറയണ്ടേ, അർജുൻ ഈ ഹൃദയം കൊണ്ട് ജഗന്നാഥ് പുരിയിൽ പോയെന്ന്? ദ്വാരക നമ്മുടെ ഭാരതത്തിലെ ഇങ്ങേ അറ്റത്ത്, ജഗന്നാഥ് പുരി ആ അറ്റത്ത്. അതൊക്കെ ഓരോ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത്. അതിന് ആധികാരികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങും കിട്ടുന്നില്ല. ദയവ് ഇത് മനസ്സിലാക്കൂ. ഇത് ഭഗവാന്റെ ഹൃദയം. അന്നേരം ഭഗവാന്റെ ഹൃദയം, അന്നേരം ഭഗവാന്റെ കിഡ്നി എവിടെ പോയി? ഭഗവാന്റെ ലിവർ എവിടെ പോയി? ഭഗവാന്റെ കുടലുമാല എവിടെ പോയി? അന്നേരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭഗവാന്റെ തലച്ചോറല്ലേ, അതെവിടെ പോയി? ഭഗവാന്റെ അസ്ഥി എവിടെ പോയി? അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഈ ശരീരം, ഇത് തന്നെ നമ്മളൊരു റോബോട്ടാണ് നമ്മുടെ ഈ ശരീരം, അല്ലേ? അതായത് ഒരു റോബോട്ടിനെ നമ്മൾ നോക്കുമ്പോൾ, ആ റോബോട്ടിൻ്റെ പുറമേ നോക്കുമ്പോൾ ഒരു മനുഷ്യ രൂപത്തിലാണെങ്കിൽ ഉള്ളിൽ എന്താണ്, വയറും അതും ഇതൊക്കെയാണ്, അല്ലേ? പല പല ചിപ്പുകളും അതും ഇതും എല്ലാം കൂടെ സർക്യൂട്ടുകളും അതൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുറത്ത് നോക്കുമ്പോൾ ഒരു മനുഷ്യ രൂപത്തിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഉള്ളിൽ മൊത്തം വയറുകളും അതൊക്കെയാണ്. അതായത് അതേപോലെ
നമ്മുടെ ശരീരം ഭഗവാന്റെ ശരീരം പോലെയാണെങ്കിലും ഈ ശരീരത്തെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി അസ്ഥികളും ഈ തലയൊട്ടിയും അതും ഇതൊക്കെ വേണം. പിന്നെ ഇതിനകത്ത് ഹൃദയത്തിനൊരു റോളുണ്ട്, ബ്ലഡ് പമ്പ് ചെയ്യാനും, അതേപോലെ കിഡ്നിക്ക് ഒരു റോളുണ്ട്, ലിവറിനൊരു റോളുണ്ട്. ഇതെല്ലാം ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. ഭഗവാൻ അങ്ങനെ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് കിഡ്നി, ലിവർ, ഹാർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭഗവാന് ബ്ലഡിൻ്റെ ആവശ്യം പോലും ഇല്ല. അന്നേരം ഭഗവാന് ബ്ലഡ് ഇല്ല എന്നാണ്. അതൊക്കെയാണെങ്കിൽ രക്തം എങ്ങനെ വരുന്നത്? അതൊക്കെ ഭഗവാന്റെ ലീലയാണ്. ഈസ് ജസ്റ്റ് പ്ലെയിങ്. ഹി ഡസ് നോട്ട് നീഡ് ബ്ലഡ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഭഗവാൻ. ആൾ വളരെ ഡിഫറെൻ്റാണ്. മനുഷ്യനെ പോലെ തോന്നിപ്പിക്കും, പക്ഷെ മനുഷ്യനല്ല. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയുന്നത് ഗൂഢകപട മാനുഷ, നിഗൂഢതകൾ നിറഞ്ഞ മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാൾ. 2 കൈ 2 കാല് നമ്മളെപ്പോലെ തന്നെ ഇരിക്കും, പക്ഷേ നമ്മളല്ല, മനുഷ്യരല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഭഗവാൻ. ഭഗവാൻ മനുഷ്യനല്ല, ഗന്ധർവനല്ല, ദേവനല്ല. ഭഗവാൻ ഭഗവാനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹീ ഈസ് എ ഡിഫറൻസ്. ഈ സ്പീസീസിലൊന്നും വരത്തില്ല. 84 ദശലക്ഷം യോനികളിൽ ഭഗവാൻ വരുന്നില്ല. അത് വേറൊരു കാറ്റഗറിയാണ്. അതിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രം. ഭഗവാനും ഭഗവാന്റെ വിസ്തരണങ്ങളൊക്കെ അതൊരു വേറൊരു കാറ്റഗറിയാണ്. ഈ സ്പീസീസിലൊന്നും പെടുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അന്നേരം അർജുൻ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ടു. ഭഗവാന്റെ ശരീരം ഇപ്പോഴും നന്നായി തിളങ്ങിയിരിക്കുന്നു, ജീവനുള്ളതുപോലെ തന്നെ. ഇതെല്ലാം ഭഗവാന്റെ കളിയാണ്. അന്നേരം ഭഗവാൻ അറിയാം ഇവർക്ക് മരണമൊന്നുമില്ല, ഇതൊക്കെ ഭഗവാന്റെ ഒരു മായയാണ്. കാരണം ഭഗവാൻ അതീന്ദ്രിയനാണ്. അന്നേരം ഇത് ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് അവർക്കൊരു വിശ്വാസം കൊടുക്കുകയാണ്. അതായത് നിരീശ്വരവാദികളെ നിരീശ്വരവാദത്തിൽ വിശ്വാസം കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ്. നിരീശ്വരവാദിക്കും നിരീശ്വരവാദത്തിൽ വിശ്വാസം വരണ്ടേ? കാരണം അവർ ആഗ്രഹിക്കുന്നത് ഭഗവാനിൽ വിശ്വാസം ഇല്ലാതിരിക്കാനാണ്. അന്നേരം അവരുടെ വിശ്വാസത്തെയും നിലനിർത്തണ്ടേ? കാരണം അല്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടുപോകത്തില്ലേ? ഹരേ കൃഷ്ണ. അന്നേരം നിരീശ്വരവാദികൾക്ക് നിരീശ്വരവാദത്തിൽ വിശ്വാസം കൊടുക്കാനും സഹായിക്കുന്ന ഭഗവാനാണ്. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ കണ്ട, ഒരു അന്യമതക്കാരൻ ഒരു വീഡിയോയിൽ പറയാണ്, ഒരു വ്യക്തി എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യുന്നു, എല്ലാ പുണ്യപ്രവർത്തികളും ചെയ്യുന്നു, ആരെയും ദ്രോഹിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ആൾ അവസാനം പറയുകയാണ്, എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം പോയി. അവന് പിന്നെ സ്വർഗത്തിൽ സ്ഥാനമില്ല. ശരിയാ, വൈകുണ്ഠത്തിലാണ് സ്ഥാനം. അന്നേരം അവരുടെ അതേ മതത്തിലുള്ള വേറൊരു ആള് ചോദിക്കുകയാണ്, അന്നേരം നിങ്ങൾ എന്തൊക്കെയാ പറയുന്ന? അന്നേരം ഗുരുവായൂരപ്പ എന്തോ മാങ്ങ പറിക്കാൻ പോയ. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അതേ അള്ളാഹു ആരാണ് നിങ്ങൾക്ക് അറിയത്തില്ല. ഇവർ ഗുരുവായൂരപ്പന്ന് വിളിക്കുന്നു, അള്ളാഹു ഗുരുവായൂരപ്പൻ, ഇത് ഗുരുവായൂരപ്പൻ തന്നെ അല്ലേ? ഹരേ കൃഷ്ണ. എന്തായാലും കൊള്ളാം. എന്തായാലും നിരീശ്വരവാദികൾക്ക് നിരീശ്വരവാദത്തിൽ വിശ്വാസം കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അന്നേരം ഇവിടെ അന്നേരം ഭഗവാൻ നിരീശ്വരവാദികളോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ താല്പര്യമില്ലല്ലോ, ഞാൻ ഇല്ല, വിഷമിക്കണ്ട, അതുകൊണ്ട് ഇതാ എൻ്റെ ശവം പിടിച്ചോ. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ല, എനിക്ക് എൻ്റെ ശരീരം സച്ചിദാനന്ദമല്ല, കണ്ടില്ലേ, കത്തിക്കുന്നുണ്ടല്ലേ എൻ്റെ ശരീരത്തെ. എന്തുമല്ലേ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ. പക്ഷെ എന്നിട്ടും അർജുൻ എന്തായാലും ദുഃഖമാവും. അർജുൻ ഒരുപാട് ദുഃഖിച്ചു. ഒരു പാവയെ പോലെ അർജുൻ ഇങ്ങനെ എല്ലാം ഒരു യന്ത്രത്തെ പോലെ എല്ലാം ചെയ്യുകയാണ് യാന്ത്രികമായിട്ട്. അർജുൻ പല വിദഗ്ധരായിട്ടുള്ള പുരോഹിതന്മാരെ വിളിച്ചു ഭഗവാന്റെ ബലരാമസ്വാമിയുടെയും ആ ശേഷക്രിയ ചെയ്യാനായിട്ട്.
രുക്മിണി ദേവിയും മറ്റു പത്നിമാരും, പ്രധാനപ്പെട്ട പത്നിമാരെല്ലാം ആ ചിതയിൽ തന്നെ പ്രവേശിച്ചു അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ. ഇനി മനസ്സിലാക്കുക, രുക്മിണി ദേവി സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. അന്നേരം ദേവിക്കും ഒരു ശരീരമില്ല. പക്ഷെ ഇതെല്ലാം ലീലയുടെ ഭാഗമാണ്. അങ്ങനെ ശേഷക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അർജുൻ ദ്വാരകയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഭഗവാന്റെ അവിടെ ബാക്കിയുള്ള കുറച്ച് സ്ത്രീജനങ്ങളും കുട്ടികളും ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രർ, അങ്ങനെ അവരെ എല്ലാവരെയും രഥത്തിൽ കയറ്റി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ. ഭഗവാൻ ദാരുകൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ദ്വാരക മൊത്തം സമുദ്രത്തിൽ മുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാം എന്ന് തന്നെ അർജുൻ തീരുമാനിച്ചു. എല്ലാവരും ദുഃഖിച്ച് കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ നാമവും ജപിച്ചുകൊണ്ട് ദ്വാരക ഉപേക്ഷിക്കുകയാണ്. അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സമുദ്രം മുകളിലോട്ട് കയറി എന്നുള്ളത്, മൊത്തം സമുദ്രത്തിൽ ദ്വാരക മുക്കി എന്നുള്ള. ആ ഒരു നഗരം മൊത്തം വെള്ളത്തിലായി. അങ്ങനെ അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത മനസ്സിലാക്കുക, ഭഗവാൻ എങ്ങനെയാണോ മരണമില്ലാത്തത് അതേപോലെ ദ്വാരകയ്ക്ക് നാശമില്ല. സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, ഉദിക്കുന്നതായിട്ട് തോന്നും. അതേപോലെ ദ്വാരക നിർമ്മിക്കപ്പെടുന്നതായിട്ട് തോന്നും, വെള്ളത്തിൽ മുങ്ങിയതായിട്ടും തോന്നും. പക്ഷേ ഇതൊരിക്കലും നടക്കുന്നില്ല. ഇത് അപ്രത്യക്ഷമാണ്. കാരണം ഭഗവാന്റെ ദ്വാരക ഭഗവാനെ പോലെ ചിന്മയ സ്ഥലമാണ്. അതൊരിക്കലും ഗുജറാത്തിലുള്ളൊരു സ്ഥലമല്ല, അതീന്ദ്രിയമായിട്ടുള്ളൊരു ലോകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് യമനിയമങ്ങൾ പാലിച്ച് ജപിച്ച് ഗുരു പരമ്പരയിലൂടെ ദീക്ഷയൊക്കെ എടുത്ത് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോഴേ അതിൻ്റെ സാക്ഷാത്കാരം നമുക്ക് ലഭിക്കും. ഓക്കെ, അന്നേരം യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവരെ സംരക്ഷിക്കാനായിട്ടുള്ള യോദ്ധാക്കൾ ആരുമില്ല. മെല്ലെ മെല്ലെ അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ പഞ്ചജല എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്തി. അവിടെ കുറച്ച് വിശ്രമിക്കാം എന്ന് അർജുൻ വിചാരിച്ചു. പക്ഷെ ആ സ്ഥലം വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമല്ലായിരുന്നു. ഒരുപാട് കള്ളന്മാരുള്ള സ്ഥലമായിരുന്നു. അന്നേരം അവർ നോക്കിയപ്പോൾ ആയിരക്കണക്കിന് രാജകുടുംബത്തിലെ സ്ത്രീജനങ്ങൾ ദ്വാരകയിൽ നിന്ന് വരുന്നുവെന്ന് കണ്ടപ്പോൾ അവർ ആക്രമിക്കാമെന്ന് തീരുമാനിച്ചു. അവരെല്ലാവരും കൂടെ കൂട്ടത്തോടുകൂടി ഗ്വാലന്മാരുടെ വേഷം ധരിച്ച് ആ ശിബിരത്തിൽ ആക്രമിച്ചു. കയ്യിൽ ഗദകളും വില്ലുകളും ഒക്കെ പിടിച്ചുകൊണ്ട്, വാളുകളൊക്കെ പിടിച്ച് അവരെല്ലാവരും സ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. അവരുടെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. അർജുൻ രഥത്തിൽ കയറി അവരെ വിളിച്ചു, നീചന്മാരെ, ദുഷ്ടന്മാരെ, നിൽക്കവിടെ, നിങ്ങളാരും ജീവനോടെ രക്ഷപ്പെടത്തില്ല, നിൽക്കവിടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ശരീരത്തെ ഞാൻ തുണ്ടം തുണ്ടമാക്കുന്നു. പക്ഷെ ആ വിധിയുടെ ശക്തിയാൽ കള്ളന്മാർ അർജുനെ നോക്കിയത് പോലും ഇല്ലെന്നുള്ള. അവർ തുടർച്ചയായിട്ട് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് വന്നു. അർജുൻ ഗാന്ധിയും എടുത്ത് പൊക്കി. പക്ഷേ അതിൻ്റെ ഞാണ് കെട്ടാൻ പോലും അർജുന് പറ്റുന്നില്ല. അർജുൻ്റെ ശരീരമെല്ലാം തീരുന്നതായിട്ട് അർജുൻ അനുഭവപ്പെട്ടു. എങ്ങനെയൊക്കെയോ അതിൻ്റെ ഞാണ് കെട്ടി, അതിൻ്റെ ഞാണ് വലിച്ച് അസ്ത്രം അയക്കുന്നു. പക്ഷേ ലക്ഷ്യത്തിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. ദിവ്യാസ്ത്രങ്ങളെ ആവാഹിച്ചു, പക്ഷെ ഒന്നും വരുന്നില്ല. ആകെ മടുത്ത് ദേഷ്യപ്പെട്ട് കള്ളന്മാരുടെ പുറകെ പോയി. എന്നിട്ട് വില്ല് പിടിച്ച് ഗാന്ധികം പിടിച്ചുകൊണ്ട് തന്നെ അടിക്കാൻ തുടങ്ങി. പക്ഷേ യദു പത്നിമാരെ കൊണ്ടുപോകുന്നില്ലെന്നും അവരെ തടയാൻ കഴിഞ്ഞില്ല. ഒരുപാട് ദുഃഖിതനായി അർജുന് മനസ്സിലായി, ഇത് ഭഗവാന്റെ തന്നെ തീരുമാനമായിരിക്കും. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണനോ അപ്രത്യക്ഷമായിരിക്കാം. അതുകൊണ്ട് തന്നെ അർജുൻ്റെ ശക്തിയും ക്ഷയിച്ചു എന്ന് അർജുന് മനസ്സിലായി. ഹരേ കൃഷ്ണ, ശബ്ദം ഉണ്ടാക്കാതെ മെല്ലെ മെല്ലെ അവിടെ കാര്യങ്ങൾ ചെയ്യൂ. അങ്ങനെ പൂർണ്ണമായിട്ടും
ആകെ വിഷമിച്ച് അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിക്കുകയാണ്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിയപ്പോൾ അർജുൻ വജ്രനാഭനെ, ഭഗവാന്റെ മകൻ്റെ മകൻ്റെ മകൻ, അതായത് ഭഗവാന്റെ മകൻ പ്രദ്യുമ്നൻ, പ്രദ്യുമ്നൻ്റെ മകൻ അനിരുദ്ധൻ, അനിരുദ്ധൻ്റെ മകൻ വജ്രനാഭനെ രാജാവൊക്കെയാണ്. ഇപ്പോഴും കൊച്ചുകുട്ടിയാണ്. പ്രഭാസ ക്ഷേത്രത്തിൽ മുതിർന്ന ക്ഷത്രിയരുമായിട്ട് പോയതായിരുന്നു. ബന്ധുക്കളെല്ലാം മരിച്ച ദുഃഖത്തിലായിരുന്നു. പക്ഷേ മുതിർന്ന ബ്രാഹ്മണരെല്ലാവരും ആശ്വസിപ്പിച്ചു. അങ്ങനെ വജ്രനാഭൻ ഭരിക്കാൻ ആരംഭിക്കുകയാണ് ഇന്ദ്രപ്രസ്ഥം. എല്ലാം സ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അർജുൻ ഹസ്തിനപുരിയിലേക്ക് യുധിഷ്ഠിർ മഹാരാജിനെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ വ്യാസമഹർഷി അടുത്തുണ്ട് ഒരു നഗരത്തിൽ എന്ന് മനസ്സിലാക്കി വ്യാസമഹർഷിയെ കാണാൻ പോവുകയാണ്. അർജുൻ കാൽക്കൽ വീണ് കരഞ്ഞിട്ട് പറയുകയാണ്, കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വ്യാസമഹർഷി പറഞ്ഞു, മോനെ, എന്താണ് നീ ദുഃഖിക്കുന്നത്? നീ ഏതെങ്കിലും ബ്രാഹ്മണനെ കൊന്നോ? യുദ്ധത്തിൽ ആരെങ്കിലും തോൽപ്പിച്ചോ? നീ ഏതെങ്കിലും ഒരു അധർമ്മം ചെയ്തോ? അതൊന്നും നീ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ വിഷമിപ്പിക്കുന്ന എന്താണ് പാർത്ഥ? പറയൂ. എങ്ങനെയൊക്കെയോ സ്വയത്തെ നിയന്ത്രിച്ച് അർജുൻ ഋഷിയുടെ മുമ്പിൽ മുട്ടുകുത്തി ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, ഋഷേ, കാർമുകിൽ നിറമുള്ള അദ്ദേഹം, താമര ഇതൾ പോലെ ആ കണ്ണുകളുള്ള അദ്ദേഹം, ബലരാമനുമായിട്ട് ഈ ലോകത്തിൽ നടന്നിരുന്ന അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ബ്രാഹ്മണ ശാപത്താലുണ്ടായ ആ ഇരുമ്പ് ഗോളത്തിൽ നിന്നും വൃഷ്ണികുലത്തിലുള്ള എല്ലാവരും തീർന്നിരിക്കുകയാണ്. ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. അർജുൻ തകർന്നു. കൃഷ്ണനെക്കുറിച്ച് ഓർത്തപ്പം, ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് ഓർത്തപ്പം, ഭഗവാന്റെ കൂട്ടരെക്കുറിച്ച് ഓർത്തപ്പം അർജുൻ ഒരുപാട് കരഞ്ഞു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമാവ് അവസാന ദിവസം രാത്രിയിൽ വന്ന് പാണ്ഡവ കൂട്ടരെ കൊന്നതുപോലെ ആ ഒരു ഓർമ്മയാണ് അർജുന് കിട്ടിയത്. അർജുൻ്റെ എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു. അവശേഷിക്കുന്ന കുറച്ച് യദുക്കളുണ്ടായിരുന്നു, അവരും പോയിരിക്കുകയാണ്. ഇനി ജീവിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ബാക്കിയില്ല എന്ന് അർജുന് തോന്നുകയാണ്. ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് ആലോചിച്ച് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഭഗവാന്റെ വിയോഗം സമുദ്രത്തെ പോലെ വറ്റിപ്പിക്കുകയാണ് എൻ്റെ ഹൃദയത്തെ. സമുദ്രം വറ്റുന്നത് പോലെ എനിക്ക് തോന്നിയാണ്. വലിയൊരു സമുദ്രത്തെ പോലും വറ്റിപ്പിക്കുന്ന രീതിയിലുള്ള ദുഃഖമാണ് എനിക്ക് തോന്നുന്നത്. ഹിമാലയ പർവ്വതം തകരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഭഗവാൻ കൃഷ്ണനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ വേറൊരു ദുഃഖവും എന്നെ അലട്ടുകയാണ്. അർജുൻ പറഞ്ഞു, യാദവ പത്നിമാരെ കള്ളന്മാരിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളെ കള്ളന്മാർ കൊണ്ടുപോയി. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ ആ സാന്നിധ്യത്താലാണ് ഇത് സംഭവിച്ചത്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം അദ്ദേഹമില്ലാതെ? അദ്ദേഹം എൻ്റെ രഥം ഓടിച്ചിരുന്നു. അസാമാന്യ ശക്തിയുള്ള ആ രഥത്തെ, ആ അനന്തനായ ആ ഗോവിന്ദൻ എൻ്റെ രഥം ഓട്ടിച്ചിരുന്നു. ഇനി അദ്ദേഹത്തെ ഞാൻ എപ്പം കാണും? ആ ഒരു കാര്യം ഓർക്കുമ്പോൾ എൻ്റെ തല കറങ്ങുകയാണ്. ആ ജനാർദ്ദനില്ലാതെ, ആ വീര ജനാർദ്ദനില്ലാതെ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. അദ്ദേഹം പോയെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണിലെ കാഴ്ച മങ്ങി. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഹൃദയം ശൂന്യമായിരിക്കുകയാണ്. എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വ്യാസമഹർഷി പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ട,
എല്ലാം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ നിയോഗത്താൽ തന്നെയാണ് നടന്നത്. ഭഗവാൻ തന്നെയാണ് ഇതിനെയൊക്കെ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഭഗവാൻ ഇതിനെയൊക്കെ തടയാൻ കഴിയുമായിരുന്നു. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ പോലും തിരിക്കാൻ കഴിയും. പിന്നെ ഒരു ശാപം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ലേ. അങ്ങയുടെ അർജുന, നിൻ്റെ രഥത്തിലിരുന്ന് നിൻ്റെ സാരഥിയായിട്ടിരുന്ന് എല്ലാ ആപത്തിൽ നിന്നും നിന്നെ രക്ഷിച്ചത് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. അദ്ദേഹം ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഈ ലീലകളൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ലീല അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങയിലൂടെയും നിന്നിലൂടെയും നിൻ്റെ സഹോദരങ്ങളിലൂടെയും ദേവന്മാർക്ക് വേണ്ടി ഭഗവാൻ ചില കാര്യങ്ങൾ ചെയ്തു. നീ അതിൽ വിജയിച്ചിരിക്കുകയാണ്. സാക്ഷാൽ കേശവനെ നീ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇനി ഇവിടുന്ന് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. സമയമാകുമ്പോൾ എല്ലാം എല്ലാവർക്കും നഷ്ടപ്പെടും. നമ്മുടെ ശക്തി, നമ്മുടെ തിരിച്ചറിവ്, നമ്മുടെ വീക്ഷണം എല്ലാം നഷ്ടപ്പെടും. ഇതെല്ലാം കാലശക്തിയാണ്. ഒട്ടും ദുഃഖിക്കേണ്ട വീരയോദ്ധാവ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അവസാന യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കേണ്ടതാണ്. അതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അങ്ങനെ വ്യാസമഹർഷിയിൽ നിന്നുള്ള വാക്കുകൾ കേട്ടപ്പോൾ അർജുൻ അനുവാദം മേടിച്ച് ഹസ്തിനപുരിയിലേക്ക് പോവുകയാണ്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ക്ഷമിക്കണം, കുറച്ച് ഒരു കോളിൽ പെട്ടുപോയി, കുറച്ച് സർവീസുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനും നമ്മുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ലോങ് അധ്യായമാണ്, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. നമുക്ക് ചർച്ച തുടരാം. അർജുൻ പറയുന്നതൊക്കെ നിർത്തിയപ്പോൾ 4 സഹോദരന്മാരും ആകെ വിഷമിച്ചു. അവർ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഭഗവാനില്ലാതെ ജീവിക്കാൻ അവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. കണ്ണീന്ന് തുടർച്ചയായിട്ട് കണ്ണീരൊഴുകാൻ തുടങ്ങി. വിഷമിച്ചിരിക്കുന്ന യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, സമയം എല്ലാ ജീവജാലങ്ങളെയും നാശത്തിലേക്ക് കൊണ്ടുപോകും. വൃഷ്ണികുലം പോലും ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. സാക്ഷാൽ ഭഗവാൻ പോലും ഇവിടുന്ന് അപ്രത്യക്ഷമായിരിക്കാം. ഇനി വ്യാസമഹർഷിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാൻ സമയമായി. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഏറ്റവും ഭയാനകമായിട്ടുള്ള കലിയുഗം വരാൻ പോവുകയാണ്. പ്രജകളൊക്കെ എത്ര പാപികളായിട്ടിരിക്കുന്നു എന്ന് കണ്ടില്ലേ കലിയുഗത്താൽ. അതുകൊണ്ട് ഭഗവാൻ സ്വയം സംരക്ഷിക്കുന്ന പരീക്ഷത്താണ് എല്ലാം കൊണ്ടും ഇപ്പോൾ ഭരിക്കാൻ യോഗ്യനായിട്ടുള്ളത്. നമുക്കിവിടുന്ന് പോവാം പരീക്ഷത്തിനെ ഏൽപ്പിച്ചിട്ട്. യുധിഷ്ഠിരൻ്റെ സഹോദരങ്ങളെല്ലാവരും അംഗീകരിച്ചു. എല്ലാവർക്കും അവിടുന്ന് സമയമായി എന്ന് മനസ്സിലായി. പരീക്ഷത്ത് ഭരണാധികാരത്തിൽ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഇനിയുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ബ്രാഹ്മണരുമായിട്ട് നിശ്ചയിച്ചിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോകാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം ഏതാണെന്ന് തിരഞ്ഞെടുത്തു. പ്രജകൾ ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും കരഞ്ഞു. പല രീതിയിലും അവർ പാണ്ഡവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ യുധിഷ്ഠിര മഹാരാജൻ്റെ മനസ്സ് ഒട്ടും പിന്തിരിയുന്നില്ല. അങ്ങനെ ഒരു ശുഭ ദിവസത്തിൽ അദ്ദേഹം പരീക്ഷത്തിനെ രാജാവാക്കി പട്ടാഭിഷേകം ചെയ്തു. കൃപാചാര്യരെ അദ്ദേഹത്തിൻ്റെ ഉപദേശകനുമാക്കി. പാണ്ഡവർ അവരുടെ സ്വത്ത് സമ്പത്തെല്ലാം ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകി. ഭഗവാന് വേണ്ടി പല പല കർമ്മങ്ങളും അവർ ചെയ്തു. കുന്നുകണക്കിന് സ്വർണ്ണരത്നങ്ങളൊക്കെ അവർ ദാനമായിട്ട് കൊടുത്തു. എല്ലാ കർമ്മങ്ങളും അവസാനിച്ചപ്പോൾ യുധിഷ്ഠിര മഹാരാജ് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചു, ആഭരണങ്ങൾ ഉപേക്ഷിച്ചു, മരവുരി ധരിച്ചു. സഹോദരങ്ങളും അതേപോലെ തന്നെ ചെയ്തു. 5 പേരും കൊട്ടാരമെല്ലാം ഉപേക്ഷിച്ച് 5 തപസ്സികളെ പോലെ പുറത്ത് വന്നു. ഇത് കണ്ട് എല്ലാവരും കരഞ്ഞു. അവർക്ക്
പാണ്ഡവർ വനവാസത്തിന് പോയ ആ ഒരു ദിവസം ഓർമ്മ വന്നു. അന്നവർ തിരിച്ചു വരുമായിരുന്നു, ഇന്നിനി അവർ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നൊരു സത്യം പ്രജകൾ ഓർത്തപ്പോൾ കൂടുതൽ കൂടുതൽ വിഷമമായി. പ്രജകളുടെ ഈ കരച്ചിലെല്ലാം അവഗണിച്ച് യുധിഷ്ഠിര മഹാരാജ് വടക്കേ കവാടത്തിലേക്ക് യാത്ര ആരംഭിച്ചു. 4 സഹോദരങ്ങളും പിന്തുടർന്നു. ദ്രൗപദി ദേവി പാണ്ഡവരുടെ ഈ ഉറച്ച തീരുമാനം കണ്ടിട്ട് തൊട്ടുപുറവയിൽ പിന്തുടർന്നു. ഒരിക്കലും പാണ്ഡവരില്ലാതെ ദ്രൗപദി ദേവി ഒരിക്കലും കഴിഞ്ഞിട്ടില്ല, വനവാസത്തിലായിരുന്നപ്പോൾ പോലും. അതുകൊണ്ട് പാണ്ഡവരില്ലാതെ ഒരു നിമിഷം പോലും ദ്രൗപദി ദേവിക്ക് ഇരിക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പം ദ്രൗപദി ദേവിയുടെ ചോദിക്കാതെയാണ് പാണ്ഡവർ പോയത്. അതുകൊണ്ട് ദ്രൗപദി ദേവി അധികം താമസിക്കാതെ സുഭദ്രാദേവിയെടുത്തും മറ്റു പാണ്ഡവ പത്നിമാരോടും പറഞ്ഞിട്ട് ഇനിയുള്ള ജീവിതം തപസ്യയാക്കാനും തീരുമാനിച്ചുകൊണ്ട് പാണ്ഡവരുടെ പുറകെ പോവുകയാണ്. പാണ്ഡവരെ പോലെ തന്നെ ദ്രൗപദി ദേവി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അങ്ങനെ പാണ്ഡവരും ദ്രൗപദി ദേവിയും യാത്ര ആരംഭിച്ചു. വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണവും ജലം മാത്രം അവർ ഭക്ഷിക്കുകയായിരുന്നു. ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം. ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ആൾക്കാരാണ്. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാണ്ഡവരും ദ്രൗപദി ദേവിയും അങ്ങനെ ഹിമാലയത്തിലേക്ക് യാത്ര ആരംഭിച്ചു. ആരോടും ഒന്നും മിണ്ടത്തില്ലായിരുന്നു. എപ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്തിട്ട് അവർ കാലാൽ നടന്ന് ഒരു കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അഗ്നി പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ നന്നായി മുഴങ്ങുന്ന രീതിയിൽ അഗ്നിദേവൻ പറഞ്ഞു, കുരുശ്രേഷ്ഠ, ഞാൻ പറയുന്ന കേൾക്കൂ. ഞാൻ അഗ്നിദേവനാണ്. ഖാണ്ഡവ വനത്തിനെ ദഹിപ്പിക്കാൻ, ഭസ്മമാക്കാൻ എന്നെ സഹായിച്ചത് അർജുനാണ്. ഞാൻ ആ സമയത്ത് അർജുനൊരു ഒരു ഗാണ്ഡീവം കൊടുത്തിരുന്നു. ആ ഗാണ്ഡീവം അർജുൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരിക്കലും തീരാത്ത ആവനാഴിയും 2 ആവനാഴിയുണ്ട്, അത് രണ്ടും എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഈ ജലത്തിലേക്ക് ഉപേക്ഷിക്കണം, വരുണദേവൻ അത് തിരിച്ചെടുക്കുന്നു. അർജുൻ അഗ്നിയുടെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് ആ ഗാണ്ഡീവവും 2 ആവനാഴിയും ഊരി ആ കുളത്തിലേക്ക് ഉപേക്ഷിക്കുകയാണ്. കാരണം ഗാണ്ഡീവം ഇല്ലാതെ അർജുന് പാവം ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വനവാസത്തിന് വന്നപ്പോഴും ഗാണ്ഡീവം കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അഗ്നിദേവൻ പറഞ്ഞതോടുകൂടി അത് ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് അഗ്നിദേവൻ അപ്രത്യക്ഷമായി. എന്നിട്ട് പാണ്ഡവർ വീണ്ടും യാത്ര തുടരുകയാണ്. ദ്രൗപദി ദേവിയും കൂട്ടത്തിലുണ്ട്. ഹിമാലയ പർവ്വതം അവർ അധികം ദൂരെയല്ലാതെ കണ്ടു. ഇനി ഹിമാലയ പർവ്വതം കയറാൻ തുടങ്ങി. വളരെ വിജനമായിട്ടുള്ള സ്ഥലത്തിലൂടെ അവർ പോവുകയാണ്. അങ്ങനെ യാത്ര ആരംഭിച്ച് അവർ സുമേരു പർവ്വതത്തിനടുത്തെത്തി. വേദിക് കോസ്മോളജി ഓർമ്മയുണ്ടല്ലോ, അത് മനസ്സിലാക്കിയവർക്ക് സുമേരു പർവ്വതം എവിടെയാണെന്ന് മനസ്സിലാവും. അവിടെ അവരെത്തി. നമ്മൾ ഈ ഭൂമി ഗോളാകൃതിയിൽ കാണുന്നുണ്ടെങ്കിലും ഈ ഹിമാലയത്തിലൂടെ അടുത്ത വർഷങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഭാരതത്തിൻ്റെ നോർത്ത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ടിബറ്റും ചൈനയും ബോർഡറും പിന്നെ റഷ്യ ഭാഗത്തോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്, അല്ലേ? എന്നിട്ട് ഒരു ഭാഗത്ത് ചൈന, നേപ്പാൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ. പക്ഷേ അതിലേക്കൂടെയൊക്കെ നമുക്ക് അടുത്ത വർഷങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതിൻ്റെ ചില സ്പോട്ടുകളുണ്ട്. അത് പുണ്യാത്മാക്കൾക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന സ്പോട്ടുകളാണ്. അങ്ങനെ അവർ പല പല സ്ഥലങ്ങളിലൂടെയും പോയി അവർ സുമേരു പർവ്വതത്തിൻ്റെ അടുത്തെത്തി. അതായത് ഈ ഭാരതവർഷത്തിനപ്പുറത്ത് കിംപുരുഷ വർഷം, അല്ലേ? എന്നിട്ട് അപ്പുറത്തായിട്ട് ഒരു വർഷം കൊണ്ടുണ്ട്, ഞാനത് പേര് ഓർക്കുന്നില്ല. അതിനപ്പുറത്തായിട്ടാണ് നമ്മുടെ ഒരു പർവ്വതം, പിന്നെ സുമേരു പർവ്വതം. ഓക്കെ, നടുക്കായിട്ട് ഇളാവർത്ത വർഷത്തിലാണ് സുമേരു പർവ്വതം ഉള്ളത്. അവിടെ എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ അവർ അവിടെയുള്ള സുമേരു പർവ്വതത്തിൻ്റെ അടുത്തോട്ടുള്ള ഒരു കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവരോടൊത്ത് ഒരു
നായയും കൂടെ കൂട്ടത്തിൽ കൂടുകയാണ്. പകലും രാത്രി എല്ലാ നായക്കൂട്ടത്തിലാണ്. അവിടെ അവർ ഗന്ധമാദന പർവ്വതത്തിൻ്റെ ചുവട്ടിലെത്തി. അവിടെയായിരുന്നു അവർ വനവാസത്തിൻ്റെ സമയത്തൊക്കെ കുറേ കാലം ചെലവഴിച്ചത്. അവർ ആ പർവ്വതത്തെ നമസ്കരിച്ചു. എന്നിട്ട് ഗന്ധമാദന പർവ്വതം മുകളിലോട്ട് കയറാൻ തുടങ്ങി. മാസങ്ങളായിട്ട് അവർ യാത്ര നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ശരീരം എല്ലാം ശോഷിച്ച് ആകെ എല്ലും തോലുമായി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവർ മുകളിലോട്ട് കയറുന്നത്. അങ്ങനെ വളരെ കുത്തനെ നിൽക്കുന്ന ആ പർവ്വതം കയറുന്ന സമയത്ത് ദ്രൗപദി ദേവി വീഴുകയാണ്, ജീവൻ ഉപേക്ഷിക്കുകയാണ്. ഭീമസേന യുധിഷ്ഠിരൻ്റെ തൊട്ട് പുറകിലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അന്നേരം ഇനി മുകളിലോട്ട് പോകുന്ന ലോകങ്ങളിൽ ഇനിയും വളരെയധികം പുണ്യം വേണം. അന്നേരം ഇനി പുണ്യത്തിൻ്റെ ടെസ്റ്റാണ്, ആരാണ് ഏറ്റവും കൂടുതൽ പുണ്യമുള്ളത്. അന്നേരം ഈ ലോകത്തിൽ യുദ്ധം ജയിക്കുന്നതൊന്നും അല്ല ഏറ്റവും വലിയ വിജയം, മരണത്തിന് ശേഷമാണ് നമ്മുടെ ടെസ്റ്റ്. ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ജീവിച്ചോ അതിൻ്റെ എല്ലാം ചോദ്യം വരുന്നത് അവസാന മരണത്തിന് ശേഷമാണ്. അന്നേരം ദ്രൗപദി ദേവി ആദ്യമേ വീണു. അന്നേരം ഭീമസേനൻ യുധിഷ്ഠിര മഹാരാജോട് പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജോ, ജ്യേഷ്ഠ, ദ്രൗപദി ഒരിക്കലും ഒരു പാപകർമ്മങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ദ്രൗപദി ഇപ്പം വീണിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദ്രൗപദി ഇവിടെ വീണു പോയത്? പക്ഷേ യുധിഷ്ഠിര മഹാരാജൻ്റെ വിരക്തി നോക്കണേ. യുധിഷ്ഠിര മഹാരാജ് നിന്നതുമില്ല, തിരിഞ്ഞു നോക്കിയതുമില്ല. യുധിഷ്ഠിര മഹാരാജ് മുന്നോട്ട് നോക്കി പറയുകയാണ്, 5 പേരെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും പാഞ്ചാലിക്ക് എപ്പോഴും അർജുനോട് തന്നെയായിരുന്നു ഇഷ്ടം കൂടുതൽ. അതുകൊണ്ടാണ് ദ്രൗപദി ഇവിടെ വീണത്. ഹരേ കൃഷ്ണ, നാരായണ നാരായണ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നില്ലേ? അത് നമുക്ക് ഇനി മുന്നോട്ട് ആൻസർ ചെയ്യാം. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പം സഹദേവൻ വീണു, മരിച്ചു. ഭീമസേന വീണ്ടും യുധിഷ്ഠിരനോട് ചോദിച്ചു, നമ്മുടെ സഹോദരൻ സഹദേവൻ എങ്ങനെയാണ് വീണത്? അതിന് കാരണം എന്താണ് ജ്യേഷ്ഠ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, സഹദേവന് ഒരുപാട് അറിവുകൾ, അപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല, മുന്നോട്ട് പോകാൻ പറയാം. സഹദേവന് ഒരുപാട് അറിവുകളുണ്ടായിരുന്നു. അതുകൊണ്ട് സഹദേവൻ സ്വയം എപ്പോഴും ചിന്തിച്ചു, എന്നെപ്പോലെ വിദ്വാനായിട്ട് വേറെ ആരും ഈ ലോകത്തില്ലെന്ന്. സഹദേവനെയും അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് 4 പേരും മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയപ്പോൾ അപ്പോഴും ആ നായ പിന്തുടരുകയാണ്. ഉടൻ തന്നെ നകുലൻ അവിടെ വീഴുകയാണ്. നകുലൻ അവിടെ വീഴുകയാണ്. അന്നേരം ദ്രൗപദി ദേവി പോയി, സഹദേവൻ പോയി, നകുലനും പോയപ്പോൾ ഒരുപാട് വിഷമത്തിലായി. അന്നേരം ഭീമസേൻ ചോദിച്ചു, ഉടനെ പറഞ്ഞു, ധർമ്മിഷ്ഠനായിട്ടുള്ള നമ്മുടെ നകുലൻ ഏറ്റവും ബുദ്ധിമാനായിരുന്നു. പക്ഷേ ആളെപ്പോഴും വിചാരിച്ചു ആളാണ് ഏറ്റവും വലിയ സുന്ദരൻ, അതുകൊണ്ടാണ് ആൾ വീണിരിക്കുന്നത്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അർജുനൻ വീണു. കാരണം അർജുനന് നല്ല ദുഃഖം ഉണ്ടായിരുന്നു, നകുലനും സഹദേവനും ദ്രൗപദി ദേവിയും വീണത്. അർജുൻ വീണെന്ന് കണ്ടിട്ട് ഉടനെ ഭീമസേനൻ ചോദിച്ചു യുധിഷ്ഠിരനോട്, എന്തുകൊണ്ടാണ് അർജുൻ വീണത്? അന്നേരം ഉടനെ യുധിഷ്ഠിര മഹാരാജ് തിരിഞ്ഞു പോലും നോക്കാതെ പറയുകയാണ്, യുദ്ധത്തിന് മുമ്പായിട്ട് അർജുൻ പ്രതിജ്ഞ എടുത്തിരുന്നു, എല്ലാ കൗരവരെയും ഒറ്റ ദിവസം കൊണ്ട് തീർക്കുമെന്ന്. ആ ഒരു സത്യം നിറവേറ്റിയില്ല. അഹങ്കാരത്താലായിരുന്നു, അഭിമാനത്താലായിരുന്നു ആ ഒരു പ്രതിജ്ഞ എടുത്തത്. പക്ഷെ ആ പ്രതിജ്ഞ നിറവേറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. ഇനി യുധിഷ്ഠിരനുണ്ട്, ഭീമസേനുണ്ട്, ആ നായകനുണ്ട്. അവർ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുക. ഇത് നമുക്ക് എല്ലാവർക്കും പാഠമാണ്. തമാശ പറഞ്ഞില്ല കേട്ടോ, സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും മുന്നോട്ട് അതിന് ഉത്തരം പറയേണ്ടി വരും. അന്നേരം ആ ഗന്ധമാദന പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് എത്താറായി. ഭീമൻ അവിടെ വീഴുകയാണ്. ഭീമൻ്റെ
പ്രാണൻ പോകാറായി. അപ്പം ഭീമസേനൻ പാവം ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ജ്യേഷ്ഠ ഞാനിവിടെ വീണെന്ന് പറഞ്ഞു. വൃകോദര, നീ വളരെയധികം ഭക്ഷണപ്രിയനാണ്. നീ കഴിക്കുന്ന സമയത്ത് മറ്റാരെക്കുറിച്ചും ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് നീ വീണത്. ഹരേ കൃഷ്ണ. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ചെറിയ ചെറിയ നിസ്സാര തെറ്റുകൾക്ക് പോലും നമ്മുടെ പുണ്യം ക്ഷയിക്കും എന്നുള്ളതാണ്. എന്നിട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പം ദ്രൗപദി ദേവി അർജുനെ സ്നേഹിച്ചത്, അർജുനെ അല്ലേ ആദ്യം വിവാഹം കഴിച്ചത്. അന്നേരം എങ്ങനെയാണ് അർജുനെ മറക്കാൻ കഴിയുക, അല്ലേ? ഇപ്പം നകുലൻ സഹദേവൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധിമാനാണ്, മഹാപണ്ഡിതനാണ്, ത്രികാലജ്ഞാനിയാണ്, ഈ എന്താ പറയുക, ജ്യോതിഷ പണ്ഡിതനാണ്. നകുലൻ ഏറ്റവും സുന്ദരനാണ്, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അർജുൻ ആ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു മൂഡിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. അല്ലെങ്കിൽ ഭീമസേനൻ്റെ ഉള്ളിൽ അത്രയും ശക്തമായിട്ടുള്ള ഒരു അഗ്നിയുണ്ട്. അന്നേരം ആ അഗ്നിക്ക് അനുസരിച്ച് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ആൾക്ക് വല്ലാത്ത വിമിഷ്ടമായിരിക്കും. കാരണം വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭീമസേനൻ വന്നിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അന്നേരം മനസ്സ് ധ്യാനത്തിൽ പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് യുധിഷ്ഠിരൻ ഒറ്റയ്ക്ക് പോവുകയാണ്. അങ്ങനെ ഗന്ധമാദന പർവ്വതത്തിൻ്റെ ശിഖരത്തിലെത്തിയപ്പോൾ ഒരു ശബ്ദം കേട്ടു ആകാശത്തിൽ നിന്ന്. നോക്കിയപ്പോൾ ദേവേന്ദ്രൻ്റെ രഥം താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കണം, മറ്റ് പഞ്ചപാണ്ഡവരിലും ദ്രൗപദി ദേവിയിലും യുധിഷ്ഠിരൻ മാത്രമാണ് അടുത്ത ലോകങ്ങളിലേക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിന് വേറെ ട്വിസ്റ്റും ഉണ്ട്, നമുക്ക് കേൾക്കാം. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, എൻ്റെ രഥത്തിൽ കയറൂ ഭരതശ്രേഷ്ഠ, ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. യുധിഷ്ഠിര മഹാരാജ് കൈകൂപ്പി പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലോട്ട് താല്പര്യമില്ല ദേവേന്ദ്ര. എനിക്ക് എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ പത്നിയായ ദ്രൗപദിയെയും ഉപേക്ഷിക്കാനും കഴിയില്ല. അവരെല്ലാം ഇവിടെ വീണ് കിടക്കുകയാണ്. അപ്പം ദേവേന്ദ്രൻ പറഞ്ഞു, അധികം താമസിക്കാതെ തന്നെ നീ നിൻ്റെ ഭാര്യയും സഹോദരങ്ങളെയും ഇതേ ശരീരത്തിൽ തന്നെ ഉപരിലോകങ്ങളിലേക്ക് കാണും. പക്ഷെ യുധിഷ്ഠിരൻ പോകാൻ തയ്യാറില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ ഒരു നായെ കണ്ടോ? അപ്പോഴേക്കും നായ ഇങ്ങനെ രണ്ട് കാലിലിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ നായ എന്നെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ നായയെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അന്നേരം ഈ നായയും അങ്ങ് കൂട്ടത്തിൽ കൂട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ സ്വർഗത്തിൽ വരും. നമ്മളൊക്കെ അറിയാൻ പറഞ്ഞാൽ ഓ റെഡി എന്ന് പറഞ്ഞ് കയറിയാനെ. പക്ഷേ യുധിഷ്ഠിരൻ പറയാ, ഇല്ല, ഈ നായയും കൂടെ കൂട്ടത്തിൽ കൂട്ടണം. അപ്പം ദേവേന്ദ്രൻ പറഞ്ഞു, സ്വർഗലോകത്ത് നായക്കളെ എങ്ങനെ എടുക്കാനാണ്? അതുകൊണ്ട് നീ നായ ഉപേക്ഷിച്ചാൽ നിനക്ക് പാപമൊന്നും കിട്ടത്തില്ല. പക്ഷേ യുധിഷ്ഠിരൻ കേൾക്കാൻ തയ്യാറില്ല. ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, ആരെന്നെ ആശ്രയിച്ചാലും ഞാൻ അവരെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലെന്ന്. ഇവിടെ പറയുന്നു, ഭയത്താൽ ആരെന്നെ ആശ്രയിക്കുന്നോ, അല്ലെങ്കിൽ എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ, അല്ലെങ്കിൽ വളരെ ദുർബലനായതുകൊണ്ടോ, അല്ലെങ്കിൽ ആളുടെ പ്രാണനെ രക്ഷിക്കാനായിട്ട് എന്നെ ആശ്രയിക്കുന്നോ, അത് ആ വ്യക്തിയെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ഈ ജീവിയെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് ദേവേന്ദ്രൻ പല രീതിയിലും പറഞ്ഞു നോക്കി. പക്ഷെ യുധിഷ്ഠിരൻ നായയെ ഉപേക്ഷിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് യുധിഷ്ഠിരൻ്റെ കൺമുന്നിൽ ആ നായ യമരാജനായിട്ട് മാറി, ധർമ്മരാജനായിട്ട് മാറി. അതായത് സ്വന്തം അച്ഛനായിരുന്നു, യുധിഷ്ഠിരനെ പരീക്ഷിക്കുകയായിരുന്നു. യുധിഷ്ഠിര മഹാരാജ് കീ ജയ്. എന്തുവല്ലേ, ഇത്രയും ധർമ്മം ആർക്കെങ്കിലും പാലിക്കാൻ പറ്റുമോ? അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാഭാരതത്തിലെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ യുധിഷ്ഠിര മഹാരാജാണ്. അവിശ്വസനീയല്ലേ? ഹരേ കൃഷ്ണ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വന്തം അച്ഛനാണ് മുന്നിൽ കണ്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജ് സാഷ്ടാംഗം നമസ്കരിക്കാൻ. ധർമ്മരാജൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, രാജാക്കന്മാരുടെ രാജാവാണ് അങ്ങ്.
അങ്ങേപോലെ ധർമ്മിഷ്ഠനായിട്ട് ഈ ലോകത്ത് വേറെ ആരുമില്ല. ഞാൻ ദ്വൈതവനത്തിൽ വെച്ച് നിന്നെ പരീക്ഷിച്ചിരുന്നു, ഞാൻ വീണ്ടും ഇവിടെ വെച്ച് പരീക്ഷിച്ചു. നിനക്ക് എത്രത്തോളം ധാർമ്മികതത്വമുണ്ട്, ജീവിത മൂല്യങ്ങളെ നീ എത്രത്തോളം പാലിക്കുന്നുണ്ടെന്ന്. ഭൂമിയിൽ മാത്രമല്ല, സ്വർഗലോകത്ത് പോലും നിന്നെപ്പോലെ തുല്യനായിട്ട് ആരുമില്ല. ഇനി അസംഖ്യം വർഷങ്ങളോളം നീ ഇവിടെ തന്നെ താമസിക്കും. എത്രയും പെട്ടെന്ന് ദേവേന്ദ്രൻ്റെ രഥത്തിൽ കയറുന്നു. അങ്ങനെ യുധിഷ്ഠിരൻ ഉടലോടുകൂടി ദേവേന്ദ്രൻ്റെ രഥത്തിൽ കയറുകയാണ്. എന്നിട്ടത് ആകാശത്തേക്ക് ഉയർന്നു പോവുകയാണ്. ഒരു തൊട്ടടുത്ത് ഒരുപാട് ദിവ്യ വ്യക്തികളെല്ലാവരും യുധിഷ്ഠിരനെ സ്തുതിക്കുകയാണ്, ദേവേന്ദ്രനെ സ്തുതിക്കുകയാണ്. സാക്ഷാൽ നാരദ മഹർഷി അവിടെ എത്തി. നാരദ മഹർഷി പറഞ്ഞു, രാജഋഷിയായ യുധിഷ്ഠിരൻ ദേവലോകത്ത് വസിക്കാൻ എന്താണോ യോഗ്യതയുള്ളത് അതെല്ലാം നേടിയെടുത്തിരിക്കുകയാണ്. ആളെന്നും കീർത്തിമാനും യശസ്വിയായിട്ട് മാറും. മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് ആൾ ഉയർന്നിരിക്കുകയാണ്. ഇത് ആർക്കാണ് നേടിയെടുക്കാൻ കഴിയുന്നത്? അങ്ങനെ ആ രഥം സ്വർഗലോകത്തേക്ക് എത്തി. അതിസുന്ദരമായിട്ടുള്ള മന്ദിരങ്ങളൊക്കെ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദുര്യോധൻ ഒരു സ്വർണ്ണാസനത്തിലിരിക്കുന്നു. ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് നാരദ മഹർഷി എടുത്ത് ചോദിച്ചു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അപ്പോൾ അവൻ്റെ ക്ഷത്രിയ ധർമ്മമൊക്കെ പാലിച്ചു, ഭയമില്ലാതെ യുദ്ധം ചെയ്തു, യുദ്ധത്തിൽ തന്നെ ശരീരം ഉപേക്ഷിച്ചു, അതുകൊണ്ടാണ് സ്വർഗലോകപ്രാപ്തി കിട്ടിയതെന്ന്. കുറച്ചു കാലം അവ ഇവിടെ കാണും. അതിനുശേഷം അതാണ് ചോദ്യം. എല്ലാവരും മഹാഭാരതം ഇവിടം വരെ പഠിക്കുന്നുള്ളൂ. എന്നിട്ട് പറയും, കണ്ടില്ലേ ഇത്രയൊക്കെ ചെയ്തിട്ട് യുധിഷ്ഠിരൻ എന്ത് കിട്ടി? ദുര്യോധനും അവിടെ സ്വർഗത്ത് തന്നെയാണ്. അവിടെ തീരുന്നില്ല, അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരേണ്ടി വരും. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, എൻ്റെ സഹോദരങ്ങളൊക്കെ എവിടെ? കാരണം മറ്റു പാണ്ഡവരില്ലാതെ സ്വർഗത്തിൽ താമസിക്കാൻ ആൾക്ക് താല്പര്യമില്ല. ഈ സ്വർഗലോക സുഖഭോഗങ്ങളിലൊന്നും യുധിഷ്ഠിരന് താല്പര്യമില്ല. ഭൂമിയിലുണ്ടായിരുന്നപ്പോഴേ എല്ലാവിധ ഭൗതിക ആസക്തികളും ഇന്ദ്രിയ ആസ്വാദനവും എല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ സേവനം ചെയ്യാനാണ് ആൾക്ക് താല്പര്യം. ആ സേവനത്തിലാണ് ആൾക്ക് ഏറ്റവും കൂടുതലാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഭഗവാനോടുള്ള ഒരു ഭഗവാന് വേണ്ടി ചെയ്യുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ പോലും ഭൗതിക ഇന്ദ്രിയ ആസ്വാദനത്തിനെക്കാട്ടിയും 1000 ഇരട്ടി ആനന്ദം നൽകുന്നതാണ്. യുധിഷ്ഠിരൻ വളരെ പുച്ഛത്തോടുകൂടി സ്വർഗത്തേക്ക് നോക്കാൻ തുടങ്ങി. ദുര്യോധനൻ നോക്കിയും വളരെ ആസ്വദിച്ച് അവിടെ കഴിയാണ്. പക്ഷെ യുധിഷ്ഠിരൻ എല്ലാം പുച്ഛമായിട്ടാണ് തോന്നിയത്. യുധിഷ്ഠിരൻ്റെ ആഗ്രഹം ഭഗവാന്റെ കൂട്ടത്തിൽ നിൽക്കണമെന്നാണ്. സഹോദരങ്ങളോടും ദ്രൗപദി ദേവിയോടൊപ്പം. അവരും ഭഗവാന്റെ വലിയ ഭക്തരാണല്ലോ, ഭഗവാന്റെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുമായിട്ട് വീണ്ടും ഒത്തുകൂടാൻ യുധിഷ്ഠിരൻ ആഗ്രഹിച്ചു. ദുര്യോധന് സ്വർഗമോ എന്ത് വേണമെങ്കിലും സ്വീകരിച്ചോട്ടെ, എനിക്ക് ഭഗവാൻ കൃഷ്ണനും ഭഗവാന്റെ സേവകരും മതി, അവരുടെ കൂട്ടത്തിലാണ്. ഭഗവാനും ഭക്തരും ഇല്ലെങ്കിൽ സ്വർഗം ഒരു നരകമാണ് എന്ന് യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഉടൻ തന്നെ ദേവേന്ദ്രൻ മനസ്സിലാക്കി യുധിഷ്ഠിരന് ഒരു സന്തോഷവും ഇല്ല സ്വർഗത്തിലെത്തിയിട്ട്. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ശ്രദ്ധിച്ച് കേട്ടോ എല്ലാവരും. അപ്പോൾ ചർച്ച തുടരാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഈ ബാക്കിയുള്ള വശങ്ങളൊക്കെ നമുക്ക് ആചാര്യന്മാരുടെ വ്യാഖ്യാനത്തിലൂടെയാണ് ലഭിക്കുന്നത്. കാരണം ഡയറക്റ്റ്ലി മഹാഭാരതം വളരെ കൺഫ്യൂസിങ് ആണ്. മഹാഭാരതം ആ സ്വർഗലോക പ്രാപ്തിയോടുകൂടി തീരുകയാണ്. അപ്പോഴേ നമ്മൾ വിചാരിക്കും, ഇതെന്തോടെ എന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു വിവരണമൊക്കെ നമ്മൾ ഊഹാപോഹങ്ങൾ കൊണ്ട് പറയുന്നതല്ല, ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പല പല വ്യാഖ്യാനത്തിലൂടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അല്ലാതെ ഇത് എൻ്റെ ഊഹാപോഹങ്ങളല്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം
പാണ്ഡവർ ഇത്രയും ധർമ്മിഷ്ഠരായിട്ട് ജീവിച്ചിട്ടും അവർ ദുര്യോധനാദികൾക്ക് ലഭിച്ച അതേ ഡെസ്റ്റിനേഷൻ തന്നെയാണ് അവർക്കും കിട്ടുന്നതെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? എല്ലാം നിരർത്ഥകമായി മാറത്തില്ലേ? അതായത് പഠിക്കാത്ത കുട്ടിക്കും പരീക്ഷയിൽ ഫുൾ മാർക്സ് ആണെങ്കിൽ പിന്നെ കുട്ടികൾ എന്തിനു പഠിക്കണം? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ ലോകം അങ്ങനെയല്ല നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം എന്തുകൊണ്ട് വ്യാസമഹർഷി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല? കാരണം അവിടെ ധർമ്മത്തെ മാത്രം, ധർമ്മ അർത്ഥ കാമ മോക്ഷത്തെക്കുറിച്ച് മാത്രമാണ് അവിടെ പറയുന്നത്. പക്ഷേ ഇത് ഭാഗവത്തിൽ ഉപരിലോക പാണ്ഡവരുടെ ആ ഒരു ആധ്യാത്മിക ലോകത്തിലേക്കുള്ള ആ ഒരു അതിനെക്കുറിച്ച് ചില ഹിൻറ്റുകൾ നൽകുന്നുണ്ട്. പൂർണ്ണമായിട്ടും പറയുന്നില്ല. കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നില്ലേ, പരിപൂർണമായിട്ടും ഭഗവാനെ സ്മരിച്ചിരിക്കുന്നവർ ഭഗവാന്റെ ലോകത്ത് പോകുന്നതാണ്. അന്നേരം അത് പാണ്ഡവർ ഇത്രയും ധർമ്മിഷ്ഠരും ഇത്രയും ഭക്തരായിട്ട് പിന്നെ ഭഗവാന്റെ ലോകത്ത് പോകാതിരിക്കുമോ? അത് നമ്മൾ മനസ്സിലാക്കും കേട്ടോ. ചർച്ച തുടരാം. അപ്പോൾ ദേവേന്ദ്രൻ ഉടൻ തന്നെ, അതായത് നിങ്ങൾക്ക് ഇത് 100% വിശ്വസിക്കാം. കാരണം അടിയൻ ഊഹാഭോഗങ്ങൾ കൊണ്ട് പറയുന്നതല്ല, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അറിവുകളെ വിശ്വസിക്കാം. അപ്പോഴാണ് മഹാഭാരതം കംപ്ലീറ്റ് ആവുന്നത്. കാരണം സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുന്നു അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഭക്തരുടെ ഉള്ളിലെ സംശയം, ഭഗവാന്റെ പത്നിയെ ആർക്കാണ് തൊടാൻ കഴിയുക? അപ്പോഴാണ് ആചാര്യന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? മായാ സീതാദേവിയാണ് രാവണൻ തട്ടിക്കൊണ്ടുപോയത്. അപ്പോഴാണ് അവിടെ ക്ലാരിറ്റി വരുന്നത് അല്ലേ? അതേപോലെ ഭഗവാന്റെ ലീലകൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മഹാഭാരതത്തിൽ ഭഗവാന്റെ ശവം കാണുന്നു അല്ലേ, ദഹിപ്പിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡായി പോകും. അന്നേരം അവിടെ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. അതൊക്കെ നമ്മൾ വ്യക്തമാക്കണം. അന്നേരം മഹാഭാരതം വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അന്നേരം യോഗ്യരല്ലാത്തവർ അതിൽ നിന്ന് അകന്നു നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നത്. നേരത്തെ ഭഗവാന്റെ കാര്യം പറഞ്ഞ പോലെ അതാണ് പാണ്ഡവരുടെ കാര്യത്തിലും ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ ഉള്ളത്. തുടരാം. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, സേവകരോട് പറഞ്ഞു, യുധിഷ്ഠൻ്റെ സഹോദരൻ്റെയും ദ്രൗപദി ദേവിയുടെ അടുത്തും കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം യുധിഷ്ഠൻ്റെ മുഖത്ത് നോക്കി ഒരു സന്തോഷമില്ല സ്വർഗ്ഗലോകത്തെത്തിയിട്ട്. അങ്ങനെ യുധിഷ്ഠനെ സ്വർഗത്തിൽ നിന്നും അകന്നൊരു വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് വലിയൊരു ഇരുട്ട് വ്യാപിച്ചു. ആ ഇരുട്ടിലൂടെ പോയപ്പോൾ യുധിഷ്ഠന് വേറൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ അഴുക്കുകൾ നിറഞ്ഞ സ്ഥലം, ശവങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലം, വായുവിൽ മുഴുവൻ ദുർഗന്ധം, ഈച്ചകൾ, പലതരത്തിലുള്ള ക്ഷുദ്രജീവികൾ, കൊതുകുകൾ, ഇവരെല്ലാം പറന്നു കിടക്കുന്നു. വലിയ ഒരു തീ കത്തുന്നു. യുധിഷ്ഠിരൻ നോക്കിയപ്പോൾ കാക്കകൾ, കഴുകന്മാർ, ഇരുമ്പിൻ്റെ ചുണ്ടുകളുള്ള, ഇരുമ്പിൻ്റെ കൊക്കുകളുള്ള, പല പല ഭൂതപ്രേതങ്ങളെയും കണ്ടു. സൂചിയെപ്പോലെ വായുള്ള, എന്നിട്ടൊരു നദി കണ്ടു, തിളച്ചുകൊണ്ടിരിക്കുന്ന നദി. അതിൽ ഒരുപാട് ജീവന് വേണ്ടി പടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, പലതരത്തിലുള്ള മലം, പഴുപ്പ്, ഇതെല്ലാം കൂടെ ഉള്ള രക്തം, മജ്ജ, ഇതെല്ലാം കൂടെ ഉള്ള ഒരു നദി. പിന്നെ നല്ല ബ്ലേഡ് പോലെ മൂർച്ചയുള്ള ഇലകളുള്ള മരങ്ങൾ. എന്നിട്ട് യുധിഷ്ഠിരൻ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ആ പ്രദേശം ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നിട്ട് ചുറ്റും നോക്കിയപ്പോൾ അവിടെയുള്ള ആൾക്കാരെ എല്ലാം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ഇതേത് സ്ഥലമാണ്? ഈ ഒരു നരകത്തിൽ എന്തിനാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ എൻ്റെ സഹോദരങ്ങളെയും ദ്രൗപദി ദേവിയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ ദൂതന്മാർ പറഞ്ഞു, ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ഭരതശ്രേഷ്ഠ, അങ്ങയുടെ ആഗ്രഹപ്രകാരം അങ്ങേ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാം. ഉടൻ തന്നെ യുധിഷ്ഠിരൻ സേവകരോട് പറഞ്ഞ് തിരിച്ച് ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു.
അങ്ങനെ രഥം തിരിച്ചുടൻ തന്നെ പല കരച്ചിലും കേൾക്കുകയാണ്. രാജാവേ, നമ്മളെ വിട്ടു പോകരുത്, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നമുക്കൊരു ആശ്വാസം കിട്ടുകയായിരുന്നു, ഈ ചൂടിൽ നിന്ന് നമുക്കൊരു തണുപ്പ് കിട്ടുകയായിരുന്നു, നമ്മുടെ മനസ്സ് ശാന്തമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. യുധിഷ്ഠിരൻ ഉടനെ വിളിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്? ഉടനെ അവർ പറഞ്ഞു, ഞാൻ ഭീമനാണ്, ഞാൻ അർജുനാണ്, ഞാൻ നകുലനാണ്, ഞാൻ സഹദേവനാണ്. എന്നിട്ട് ദ്രൗപദി ദേവിയുടെ പേരും കേട്ടു, ദൃഷ്ടദ്യുമ്നൻ്റെയും പല പല രാജാക്കന്മാരുടെയൊക്കെ പേരുകൾ കേട്ടു. ഇതെല്ലാം കേട്ടു യുധിഷ്ഠിരന് ഭ്രാന്ത് പിടിച്ചു. നമുക്കും ഭ്രാന്ത് പിടിച്ചില്ലേ? അന്നേരം യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, ഇത് എത്ര ഭീകരമായിട്ടുള്ള തീരുമാനമാണ്. ഇത്രയും പുണ്യാത്മാക്കൾ എന്തിനാണ് ഇവിടെ നരകത്തിൽ താമസിക്കുന്നത്? എനിക്കൊട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെന്തോ ഒരു സ്വപ്നമാണെന്ന് തോന്നുന്നു. ഞാൻ ഉറങ്ങുവാണോ, അതോ ഉണർന്നിരിക്കുകയാണോ, അതോ എനിക്ക് ഭ്രാന്ത് പിടിച്ചോ, അതോ ഞാൻ സ്വപ്നം കാണുകയാണോ? ദേവന്മാരെ, എൻ്റെ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ശബ്ദം കേട്ടിട്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഈ സ്ഥലം ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ നിന്ന് അവർക്ക് ആശ്വാസം കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഞാൻ ഈ ഇവിടെ നിൽക്കുകയാണ്. ഇതുമല്ലേ. ഉടൻ തന്നെ യുധിഷ്ഠിരൻ്റെ കൂട്ടത്തിലുള്ള സേവകർ അപ്രത്യക്ഷമായി. യുധിഷ്ഠിരൻ ഒറ്റയ്ക്ക് അവിടെ. യുധിഷ്ഠിരൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ സഹോദരങ്ങൾ എങ്ങനെയാണ് നരകത്തിലെത്തിയത്? നമുക്കിവിടെ നിർത്തിയാലോ? ഇങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നപ്പോൾ, സ്തംഭിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ദേവേന്ദ്രനെ കാണുകയാണ്. മറ്റ് ദേവന്മാരും അവിടെ എത്തുകയാണ്. ആ ദേവന്മാരുടെ സാന്നിധ്യത്താൽ ആ ലോകം മുഴുവൻ പ്രത്യേകതരം ഒരു തിളക്കം എല്ലാവർക്കും കാണാൻ പറ്റും. ആ നരകത്തിൻ്റെ ആ ഭീകരതയെല്ലാം അപ്രത്യക്ഷമായി അതിസുന്ദരമായിട്ടുള്ള ഒരു ഉദ്യാനമായിട്ട് മാറി. യുധിഷ്ഠിരൻ നോക്കിയപ്പോൾ അതിമനോഹരമായിട്ടുള്ള ദേവലോകത്തെ ഒരു ഉദ്യാനത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. പലതരത്തിലുള്ള സുന്ദര ചെടികളും പുഷ്പങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രത്യേകതരം മനോഹരമായിട്ടുള്ള ഒരു തണുത്ത കാറ്റ് അവിടെ വീശുകയായിരുന്നു. പ്രത്യേകതരം സുഗന്ധവും അവിടെ വ്യാപിക്കുന്നുണ്ടായിരുന്നു. ദേവേന്ദ്രൻ യുധിഷ്ഠിര മഹാരാജനോട് പറഞ്ഞു, ശാന്തനാവൂ യുധിഷ്ഠിര, അങ്ങോ അങ്ങയുടെ സഹോദരങ്ങളോ നരകത്തിലല്ല. ഒരു നരകത്തെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യരും നരകം ഒന്ന് കണ്ടിട്ടേ പോകാറുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. കാരണം ആരും പൂർണ്ണമായിട്ട് സത്പ്രവർത്തികൾ ചെയ്യുന്നില്ല. ഏറ്റവും വലിയ പുണ്യാത്മാക്കൾ അവരുടെ പാപത്തിൻ്റെ ഫലത്തെ ആദ്യം അനുഭവിക്കും. എന്നിട്ട് ഒരുപാട് ദീർഘകാലം സുഖങ്ങൾ ആസ്വദിച്ചിരിക്കും. നിങ്ങൾക്ക് വളരെ ചെറിയ പാപമേ നിങ്ങളെ സ്പർശിച്ചിട്ടുള്ളൂ. അതായത് അങ്ങ് ദ്രോണരെ കൊല്ലാൻ വേണ്ടി കള്ളം പറഞ്ഞപ്പോൾ അതുകൊണ്ട് അങ്ങ് നരകം ഒന്ന് കണ്ടു എന്നേ ഉള്ളൂ. അതേപോലെയാണ് അങ്ങയുടെ സഹോദരങ്ങളും അങ്ങയുടെ കൂട്ടുകാരും. ഇനി അങ്ങേക്ക് നരകം കാണേണ്ടി വരത്തില്ല. ഹരേ കൃഷ്ണ. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് നിങ്ങളെല്ലാവരും പഠിക്കേണ്ടത്. അതായത് ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്തവർ ആദ്യം നരകത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ ദീർഘകാലം സുഖം അനുഭവിക്കും. അപ്പോൾ ദുര്യോധനാദികൾ എന്തുകൊണ്ടാണ് ആദ്യമേ സ്വർഗത്തിലിരിക്കുന്നതെന്ന് മനസ്സിലായോ? എല്ലാത്തിനും കൂടെ കണക്ക് തീർക്കാനുണ്ടേ ഇനി. അടിപൊളിയല്ലേ? ഇപ്പോൾ എല്ലാ ട്വിസ്റ്റുകളും മനസ്സിലായില്ലേ? ദേവേന്ദ്രൻ യുധിഷ്ഠിര മഹാരാജനോട് പറഞ്ഞു, അങ്ങ് ചെയ്ത രാജസൂയ യജ്ഞത്തിലൂടെ ഹരിശ്ചന്ദ്രൻ രാജാവ് ലഭിച്ച രാജാ ഹരിശ്ചന്ദ്രൻ ലഭിച്ച അതേ പദവിയാണ് സ്വർഗത്തിൽ ലഭിച്ചിരിക്കുന്നത്. സാക്ഷാൽ ദേവേന്ദ്രനെ പോലെയുള്ള എല്ലാ ഐശ്വര്യവും ഹരിശ്ചന്ദ്രന് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിനെ രഥത്തിലിരുത്തി ദേവേന്ദ്രൻ സഭയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നപ്പോൾ യുധിഷ്ഠിരൻ സഹോദരങ്ങളെയും കാണുകയാണ്.
അവരെ നേരത്തെ എങ്ങനെ കണ്ടോ അതേപോലെ തന്നെ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ അതേ തിളക്കത്തോടു കൂടി അവരെ കാണപ്പെടുകയാണ്. പല പല ദേവന്മാരും ഇവിടെയുണ്ട്, വസുക്കളും അശ്വിനി കുമാരന്മാരും രുദ്രന്മാരും എല്ലാവരും. ദ്രൗപദി ദേവിയുണ്ട് ഇവിടെ, ലക്ഷ്മി ദേവിയെ പോലെ കാണപ്പെടുകയാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചിരുന്ന എല്ലാവരും അവിടെ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കർണനും അവിടെ സന്തോഷത്തോടു കൂടി സൂര്യദേവനോടൊത്ത് അവിടെ ഇരിക്കുന്നു. കൗരവരും ബാക്കിയുള്ള കൗരവരും എല്ലാം ധാർമ്മികത എല്ലാം പുലർത്തിയതുകൊണ്ട് അവർക്കും ഒരുപാട് കാലം അവിടെ നിൽക്കാനുള്ള ഇത് ലഭിച്ചിരിക്കുകയാണ്. പാണ്ഡവരെ ഒരു നദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഗംഗാദേവി, സ്വർഗലോകത്തിൽ മന്ദാകിനി എന്നറിയപ്പെടുന്ന ഗംഗ. ഈ ഒരു നദിയിൽ കുളിക്കുന്നതിലൂടെ ദേവലോകത്തിൽ വേണ്ടുന്ന ആ ഒരു സ്വരൂപം അങ്ങേക്ക് കിട്ടുമെന്ന്. ഇപ്പം മനുഷ്യ ശരീരമല്ലേ, ഇപ്പോഴാണ് മനുഷ്യ ശരീരത്തിലാണ് ഇതൊക്കെ കണ്ടിരിക്കുന്നത്. അന്നേരം യുധിഷ്ഠിരൻ്റെ പുണ്യം എന്തുമായിരിക്കും? യുധിഷ്ഠിര മഹാരാജ് കീ ജയ. അന്നേരം യുധിഷ്ഠിര മഹാരാജ് വെള്ളത്തിലേക്ക് പ്രവേശിച്ചു. ഉടൻ തന്നെ ഒരു ദേവനായിട്ട് മാറുക. അദ്ദേഹത്തിൻ്റെ ശാരീരിക ക്ലേശങ്ങളും വ്യാകുലതയും എല്ലാം നഷ്ടപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഉടൻ തന്നെ സിദ്ധന്മാരും ചാരണന്മാരും എല്ലാവരും അദ്ദേഹത്തെ സ്തുതിക്കാനും പുകഴ്ത്താനും തുടങ്ങി. ഉടൻ തന്നെ യുധിഷ്ഠിരൻ ഭഗവാൻ കൃഷ്ണനെ ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിൽ കാണുന്നു, ചതുർബാഹു രൂപത്തിൽ അതീവ സുന്ദരനായിട്ട്. സാക്ഷാൽ അർജുനൻ തന്നെ ഭഗവാനെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ കണ്ട ഉടൻ തന്നെ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് കൈ ഇങ്ങനെ കാണിച്ചു. അടുത്ത് തന്നെ നാരദ മഹർഷി ഉണ്ടായിരുന്നു. അന്നേരം യുധിഷ്ഠിരൻ ആകെ കൺഫ്യൂഷനായി, ഇത് എന്തുവാ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലായി. അന്നേരം യുധിഷ്ഠിരന്മാരായ നാരദ മഹർഷിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, നമ്മൾ എത്ര കാലമായിരിക്കും സ്വർഗത്തിൽ എന്ന് ചോദിച്ചു. മഹർഷി പറഞ്ഞു, നിങ്ങളുടെ പുണ്യത്തിൻ്റെ അക്കൗണ്ട് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പോകത്തില്ല. കൗരവരുടെ കാര്യത്തിൽ എന്താ പറഞ്ഞത്, കുറച്ചു കാലം അവർ കാണുമെന്ന്. പാണ്ഡവർ തിരിച്ചു പോകേണ്ട ആവശ്യം, അവർ സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും തീരത്തില്ല, അവർ താഴോട്ട് പോകേണ്ടി വരത്തില്ല. പക്ഷേ നിങ്ങൾ ഭഗവാന്റെ നിത്യപാർഷദരാണ്. അതുകൊണ്ട് അദ്ദേഹം ലീലകൾ ചെയ്യാൻ എവിടെയൊക്കെ പോകുമോ അവിടെയൊക്കെ നിങ്ങൾ പോകും, ഈ ലോകത്തിൻ്റെ നന്മ ചെയ്യാൻ വേണ്ടി. എങ്ങനെയുണ്ട്? മേലാകെ കോരിത്തിരിക്കും. ഭഗവാൻ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ബ്രഹ്മാണ്ടങ്ങളിൽ എപ്പോഴും ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെങ്ങനെയാണോ അദ്ദേഹം ഇല്ലാതെ ഇരിക്കാൻ കഴിയാത്തത്, അതേപോലെ അദ്ദേഹത്തിനും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്നു അദ്ദേഹം എവിടെയൊക്കെ പോകുന്നത് നിങ്ങളും കൂട്ടത്തിൽ പോകണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അധികാരം കാണത്തില്ല. പിന്നെ ഭൂമിയിൽ അങ്ങ് കണ്ട വ്യക്തികൾ ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ അവരെ കാണാൻ ഒരു ആകാംക്ഷ അങ്ങയുടെ ഉള്ളിൽ കാണുമല്ലോ. അതുകൊണ്ട് ഇവരെയൊക്കെ കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങേപോലെ ശ്രേഷ്ഠരായിട്ടുള്ള മഹാത്മാക്കൾ എപ്പോഴും ഭഗവാന്റെ കൂട്ടത്തിലല്ലേ. അങ്ങേ സംബന്ധിച്ചിടത്തോളം എന്ത് സ്വർഗം എന്ത് നരകം, അതിനൊക്കെ അപ്പുറത്തായിട്ട് ഭഗവാന്റെ കൂട്ടത്തിൽ നിത്യമായിട്ട് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിൽ താമസിക്കുന്നവരാണ് നിങ്ങളൊക്കെ. പിന്നെ ഭഗവാന്റെ തന്നെ മായാശക്തിയാൽ ഭഗവാൻ തന്നെ നിങ്ങളെ അത് മറപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട്? ആ ലീലയുടെ ഭാഗമായിട്ട്. ഒരു മായാജാലക്കാരൻ, ഒരു മാന്ത്രികൻ എങ്ങനെയാണോ പല മായാജാലങ്ങളും കാണിക്കുന്നത്, അതേപോലെ അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും കാണിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു, പല ലീലകളും ചെയ്യുന്നു, എന്നിട്ട് എല്ലാം തിരിച്ചു പിടിക്കുന്നു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഭഗവാന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ആരെ കൊന്നാലും കൊന്നില്ലെങ്കിലും ഭഗവാനോട് ഇഷ്ടമുള്ള കുറച്ചു പേരെ രക്ഷപ്പെടുത്തി ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഭഗവാൻ ഇതൊക്കെ വളരെ വ്യാപൃതനായിട്ട് പാണ്ഡവർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ലക്ഷ്യം ബദ്ധാത്മാക്കളെ ആധ്യാത്മിക ലോകത്തിൽ എത്തിക്കുക എന്നതാണ്. ഭഗവാന്റെ മായാശക്തിയാൽ നമ്മൾ വ്യാമോഹിതരായി ഭൗതിക സുഖഭോഗങ്ങളിൽ മഗ്നരായി പോവുകയാണ്.
നമ്മൾ തെറ്റായിട്ട് ചിന്തിക്കുന്നു നമ്മളാണ് ആസ്വാദകരെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. നമ്മൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെയാണ് എല്ലാത്തിനും ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കണോ, അവർ അവരുടേതെന്ന് കരുതുന്ന എല്ലാത്തിനെയും, അവർ അവരുടെ സുഖമെന്ന് കരുതുന്ന എല്ലാത്തിനെയും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ്. ഭഗവാൻ സ്വയം ഒരിക്കലും മായൽപ്പെട്ടു പോകുന്നില്ല. അദ്ദേഹം ഈ ലോകത്തിൽ വരുന്നത് എല്ലാ തരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാനാണ്. ഭൗതിക വിഷയങ്ങളിൽ മഗ്നരായി ആസക്തരായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. അവരെപ്പോഴും ജനന മരണ ചക്രത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ അവർ സ്വർഗത്തിൽ വരും, ചിലപ്പോൾ നരകത്തിൽ പോവും. മനസ്സിലായില്ലേ? അവർ അവരുടെ പരിശുദ്ധ അവബോധത്തിലേക്ക്, കൃഷ്ണാവബോധത്തിലേക്ക് എത്തുന്നത് വരെ അവരിതിൽ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാണോ അവർ ആരാണെന്ന് തിരിച്ചറിയുന്നത്, അപ്പോൾ മാത്രമേ ഭഗവാന്റെ ഈ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അല്ലെങ്കിൽ അവർ തുടർച്ചയായിട്ട് ജനന മരണ ചക്രത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. യുധിഷ്ഠിര, അങ്ങും മറ്റ് സഹോദരങ്ങളും എപ്പോഴും ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ മുക്താത്മാക്കളാണ്. നിങ്ങൾക്ക് പുണ്യമില്ല, പാപമില്ല. നിങ്ങളെ ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ കൊണ്ടുപോകുന്നത് എല്ലാവർക്കും ഒരു മാതൃക കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് മായയിൽ നിന്ന് മുക്തരായവർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. ഇത് കേട്ടോണ്ടേ യുധിഷ്ഠിരന് വലിയ സന്തോഷമായി. യുധിഷ്ഠിരൻ ഭഗവാൻ കൃഷ്ണനെ ഒന്ന് നോക്കി, ഭഗവാനും ഒന്ന് നോക്കി. യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, സ്വർഗത്തിലുള്ള ഒരു സുഖഭോഗ വസ്തുക്കളും ഈ വ്യക്തിയുടെ അടുത്തെത്തത്തില്ല, ഈ വ്യക്തിയുടെ ഈ നോട്ടത്തിൻ്റെ അടുത്ത് പോലും എത്തത്തില്ല. അങ്ങനെയുള്ള വ്യക്തിയെ സഹായിക്കാനായിട്ട്, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു സേവകനായിട്ട്, ഒരു സുഹൃത്തായിട്ട്, ഒരു ബന്ധുവായിട്ട് ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഭാഗ്യം എന്താണ് എന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതോർത്തപ്പോഴത്തേക്ക് ഒരു പ്രത്യേകതരം ആനന്ദം യുധിഷ്ഠിരൻ അനുഭവപ്പെട്ടു. യുധിഷ്ഠിരന് ഭഗവാനിൽ നിന്ന് മുഖം അകറ്റാൻ പറ്റുന്നതേയില്ല. എന്നിട്ട് യുധിഷ്ഠിരൻ ചിന്തിക്കണം, ഇനി ഏത് ബ്രഹ്മാണ്ടത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്? അതൊന്നും കുഴപ്പമില്ല, ഭഗവാനുണ്ടോ, നമ്മളും തയ്യാറാണ്. ഭഗവാന് വേണ്ടി ഏത് ലോകത്തിൻ്റെ ഏതറ്റത്തും പോകാൻ നമ്മൾ തയ്യാറാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ മഹാഭാരതം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഈ മഹാഭാരതം പ്രഭുപാദിയുടെ ശിഷ്യനായ കൃഷ്ണധർമ്മ പ്രഭു രചിച്ചതാണ്. അദ്ദേഹം കഷ്ടപ്പെട്ട് മഹാഭാരതത്തിലെ എല്ലാ പർവ്വങ്ങളും പഠിച്ച് അതിലെ ശ്ലോകങ്ങളെയൊക്കെ ആഴത്തിൽ മനസ്സിലാക്കി ശ്രീല പ്രഭുപാദിയുടെ ഗ്രന്ഥങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ അതിനെ തയ്യാറാക്കി. കൃഷ്ണധർമ്മ പ്രഭുക്ക് ജയ്. ഇതേപോലെ വേറൊരു ശിഷ്യനുണ്ട് പ്രഭുപാദിയുടെ, പൂർണ്ണപ്രജ്ഞ പ്രഭു. ഇവരുടെ കാരുണ്യത്താലാണ് നമുക്ക് ഈ മഹാഭാരതം മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയുണ്ടായിരുന്നു? ഹൃദയം നിറഞ്ഞില്ലേ? സന്തോഷമായില്ലേ? നമ്മുടെ ജീവിതവും ഇതേപോലെ ആയിരിക്കണം. പാണ്ഡവരുടെ പാത പിന്തുടരും. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ മഹാഭാരതം പഠിച്ചില്ലെങ്കിൽ ഇതൊന്നും നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടോ? എല്ലാം വ്യക്തമായില്ലേ? കഥാപാത്രങ്ങളെ പഠിക്കേണ്ട ആവശ്യമില്ല, മഹാഭാരതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു എല്ലാം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അറിയാനായിട്ടൊന്നുമില്ല. വീണ്ടും വീണ്ടും മഹാഭാരതം കേൾക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മഹാഭാരതം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഗുരു മഹാരാജനും പ്രഭുപാദിക്കും ബ്രഹ്മമാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ആചാര്യന്മാർക്കും ചൈതന്യ മഹാപ്രഭുവിനും
ശ്രീമതി രാധാറാണിയുടെ തൃപ്പാദങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ശ്രീ രാധാ മദൻ ഗോപാൽജിയുടെ തൃപ്പാദങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ശ്രീ രാധാ പവനപുരാധീശൻ്റെ തൃപ്പാദങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട പാർത്ഥസാരഥി, പാർത്ഥൻ്റെ പ്രിയ കൂട്ടുകാരൻ, അർജുനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരൻ, ഏറ്റവും ബെസ്റ്റ് ഉപദേശകൻ, ഏറ്റവും ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന, കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു സുഹൃത്തിൻ്റെ ആ പാർത്ഥൻ്റെ സാരഥി, നമ്മുടെ എല്ലാവരുടെയും ഗുരുവായൂരപ്പൻ, ഭക്തവത്സലൻ, അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ അടിയൻ്റെ ഏറ്റവും എളിയ ഒരു സമർപ്പണം. ഇതിലെൻ്റെ ഒരു യോഗ്യതയില്ല. ആചാര്യന്മാരെന്താണോ എഴുതിയത് ഞാൻ അതേപടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന് കരുണാമയനായ ഗുരുവായൂരപ്പൻ അടിയനെ ഒരു നിമിത്തമാക്കി. എൻ്റെ നാവ് പ്രവർത്തിക്കണമെങ്കിൽ, ഉള്ളിൽ നിന്ന് ശബ്ദം വരണമെങ്കിൽ, കറക്റ്റായിട്ട് ആ ഭാഷയിലൂടെ ആ വാക്കുകൾ വരണമെങ്കിൽ അദ്ദേഹം വിചാരിക്കാതെ ഒന്നും നടക്കത്തില്ല. പാർത്ഥൻ എങ്ങനെയാണോ ഭഗവാൻ അപ്രത്യക്ഷമായതോടുകൂടി ഗാണ്ഡീവ്യവും ഉപയോഗശൂന്യമായത്, അതേപോലെ എൻ്റെ വാക്കുകൾക്കൊന്നും ഒരു പവറുമില്ല. ഈ ശരീരത്തിന് ഒരു പവറില്ല, ബുദ്ധിക്കോ ഒന്നിനും, ഓർമ്മയ്ക്കും ഒന്നിനും ഒരു പവറില്ല. എല്ലാം ആ കരുണാമയനായ ആ പാർത്ഥസാരഥിയുടെ മാത്രം കാരുണ്യം. ഹരേ കൃഷ്ണ. എല്ലാം ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാണ്. പേഴ്സണലി ഞാൻ മഹാഭാരതത്തിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് പറഞ്ഞാൽ, മഹാഭാരതം എൻ്റെ ഫേവറേറ്റാണ്. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് മഹാഭാരതം. ഭാഗവതം വളരെ സ്പെഷ്യലാണ്, ഭഗവത്ഗീത വളരെ സ്പെഷ്യലാണ്. മഹാഭാരതത്തിൻ്റെ തന്നെ ഭാഗമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. എന്നാലും ഭഗവാൻ പാണ്ഡവരെ സംരക്ഷിക്കുന്ന രീതി, അർജുനൻ്റെ ആ രഥം ഓടിക്കുന്ന രീതി, ദ്രൗപദി ദേവിയെ രക്ഷിക്കുന്ന ആ രീതി, ഭഗവാന്റെ ആ വാക്കുകൾ, ഭഗവാന്റെ ആ ഒരു നോട്ടം, ഭഗവാൻ ആശ്വസിപ്പിക്കുന്ന രീതി, ഇതൊക്കെ അതുല്യമായിട്ടുള്ള ഒരു അനുഭൂതികളാണ്. ഭഗവാൻ നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് മഹാഭാരതത്തിലൂടെ ലഭിക്കുന്നുണ്ടാവും. പാണ്ഡവരെ പോലെ ധർമ്മത്തിൽ സഞ്ചരിക്കാൻ നമുക്കൊരു പ്രചോദനം ലഭിക്കും. പാണ്ഡവരുടെ കാര്യം കണ്ടില്ലേ, ഭഗവാൻ പോയെന്നറിഞ്ഞപ്പോൾ ഇവർ എല്ലാം തിരിച്ചു പോകണം. കാരണം കലിയുഗം വരാൻ പോവുകയാണ്. കലിയുഗം വളരെ ഡേഞ്ചറസ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ. അത് ഇത്രയും ഘോരമായിട്ടുള്ള ഈ കലിയുഗത്തിലും നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കണം. പാണ്ഡവരെങ്ങനെയാണോ ഭഗവാനെ ആശ്രയിച്ച് ജീവിച്ചത്, ഈ ലോകം ഭരിക്കുന്ന ചക്രവർത്തിമാരായിട്ട് പോലും അവർ ഭഗവാനെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഭഗവാന്റെ നിത്യപാർഷദരാണ് കുന്തി മഹാറാണി എല്ലാവരും. അതേപോലെ നമ്മളെല്ലാവരും എപ്പോഴും ഭഗവാന്റെ തിരുനാമം ജപിച്ച് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഏറ്റവും കുറഞ്ഞത് ഒരു 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ എല്ലാ ദിവസവും ജപിക്കണം. പഞ്ചതത്വ മന്ത്രം ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവതി ഗൗരഭക്തവൃന്ദ. ഈ പഞ്ചതത്വ മന്ത്രം ഒരു പ്രാവശ്യം ജപിച്ച് 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം, അങ്ങനെ ഒരു 16 പ്രാവശ്യം അങ്ങനെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ പാണ്ഡവർക്ക് എങ്ങനെ സംരക്ഷണം ലഭിച്ചോ ഭഗവാനിൽ നിന്നും, അതേ സംരക്ഷണം തന്നെ നമുക്ക് ലഭിക്കും. നമ്മുടെ ജയവും പരാജയവും നമ്മുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ടോ അല്ലെങ്കിൽ എത്ര നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ല. നമുക്ക് എന്ത് ലഭിച്ചാലും എന്ത് ലഭിച്ചില്ലെങ്കിലും ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവരുടെ നേട്ടമാണ്. അവർക്ക് സ്വർഗലോകം ശൂന്യമായിട്ട് തോന്നുന്നു. നരകലോകങ്ങളിലും
യാതനകൾ അനുഭവിക്കാനും അവർ കുഴപ്പമില്ല. അവർക്ക് ഏറ്റവും വലിയ സന്തോഷം ഭഗവാന്റെ കൂട്ടത്തിലിരിക്കാനും. അവർക്ക് സ്വർഗലോകത്തിൽ അസംഖ്യം ദിവസങ്ങൾ അവർക്ക് താമസിക്കാനുള്ള എല്ലാ പുണ്യവും അവർക്കുണ്ട്. പക്ഷെ അവർക്ക് അതിലല്ല താല്പര്യം. ഭഗവാന്റെ കൂട്ടത്തിൽ സേവനങ്ങൾ ചെയ്യാൻ മാത്രമാണ് പാണ്ഡവർക്ക് താല്പര്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ താൽക്കാലികമായിട്ടുള്ള കുടുംബ പ്രാരാബ്ധങ്ങളിൽ പെട്ടുപോകുന്നു. പക്ഷേ ഇതിനപ്പുറത്തായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളെ കാത്തു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അതെല്ലാവർക്കും ഒരു അവേക്കനിങ് ആയെന്ന് വിചാരിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തിയ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതൊന്നും വെറുതെ പോകരുത്. ഈ മഹാഭാരതത്തിലൂടെ പഠിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഭഗവാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാണ്ഡവരുടെ പാത പിന്തുടരാൻ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മഹാഭാരതം ഇവിടെ അവസാനിച്ചു. നാളെ മുതൽ നമ്മൾ ശ്രീമദ് ഭാഗവതം പ്രഹ്ലാദ ചരിതം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രഹ്ലാദൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. നരസിംഹസ്വാമിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണ്. നാളെ മുതൽ ഭാഗവത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ. ഇന്നത്തെ ഈ മഹാഭാരതം പാർത്ഥൻ്റെ കൂട്ടുകാരൻ, പാർത്ഥസഖ, പാർത്ഥസാരഥി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളെ സമർപ്പിക്കുന്നു. പാണ്ഡവരുടെ തൃപ്പാദങ്ങളിൽ കോടിക്കോടി പ്രണാമങ്ങൾ. യുധിഷ്ഠ മഹാരാജൻ്റെ തൃപ്പാദങ്ങളിൽ, ഭീമസേനൻ്റെ തൃപ്പാദങ്ങളിൽ, അർജുനൻ്റെ തൃപ്പാദങ്ങളിൽ, നകുല സഹദേവന്മാരുടെ തൃപ്പാദങ്ങളിൽ, ദ്രൗപദി ദേവിയുടെ തൃപ്പാദങ്ങളിൽ, കുന്തി ദേവിയുടെ തൃപ്പാദങ്ങളിൽ, പാണ്ഡുവിൻ്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു. എല്ലാവരും ശ്രേഷ്ഠരാണ്. മഹാഭാരതം അതിമനോഹരമാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.